മനോരമ, മാതൃഭൂമി, മാധ്യമം, ചന്ദ്രിക തുടങ്ങിയ പത്രങ്ങൾ. ആ പത്രങ്ങളിൽ കയറിയിറങ്ങിയ വീട്ടിൽ പിന്നെ UDF പ്രചരണത്തിന് പോകേണ്ടതുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും കൃത്യമായി പച്ചക്കള്ളം വീടുകളിൽ അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊല്ലത്തിലെ 4-5 ദിവസത്തെ അവധിയുണ്ടെന്ന് വിചാരിക്കും. തീരെ അവധിയില്ലാത്ത മറ്റൊരു വിഭാഗം. അവര് രാവിലെ കയറിയാൽ അവിടെ തന്നെ ഉണ്ടാവും. ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ അവർ സംസാരിക്കും. അവർക്ക് അവധിയില്ല. അവരുടെ പരസ്യം തന്നെ 24/7, ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂർ. നിങ്ങൾക്കറിയാം അവരെ. ഏഷ്യാനെറ്റ്, 24, റിപ്പോർട്ടർ, മീഡിയ 1, മനോരമ, മാതൃഭൂമി, ജനം, നമ്മുടെ കൈവിരലുകളിൽ എണ്ണിയാൽ തീരാത്ത ചാനലുകൾ, പത്രങ്ങൾ നിരന്തരമായി നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പച്ചക്കള്ളങ്ങള് നാട്ടിൽ വിളമ്പുകയാണ്. കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പത്രത്തിൽ. CPM-ന്റെ അല്ലെങ്കിൽ CPI-യുടെ LDF-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ഇടവയിന്നാ പിടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ പത്രത്തിൽ വാർത്ത ഉണ്ടാവില്ല. കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് നിയമനത്തിന് വേണ്ടി വീണ ജോർജ് കൈക്കൂലി വാങ്ങി. വീണ ജോർജിന്റെ ഓഫീസിൽ വെച്ചാണ് കൈക്കൂലി കൊടുത്തത്. വലിയ വാർത്തയായി. നിരന്തരം ചർച്ച ചെയ്തു. പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ പരാതിക്കാരൻ വീണ ജോർജിന്റെ ഓഫീസിന്റെ തൊട്ട് മുമ്പിലുള്ള അവിടെ വന്ന് കുറച്ചുനേരം അവിടെ തിരിഞ്ഞു കളിച്ച് തിരിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. എന്തിനാ ഇത്ര ഗതികെട്ട് അവിടെ വന്നത്? പോലീസ് അന്വേഷണത്തിൽ ഇയാൾ പറയുന്ന സമയത്ത് ഇയാളുടെ മൊബൈൽ എവിടെയാണ് എന്ന് പരിശോധിച്ചാൽ ഈ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള മൊബൈൽ ടവറിലാവണം. അതിനുവേണ്ടിയാണ് ഇത്രയും തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. പക്ഷെ CCTV അവർ ശ്രദ്ധിച്ചില്ല. എന്തായി? പരാതിക്കാരനെ പിടികൂടി. ഈ പരാതി കൊടുപ്പിച്ച പത്രക്കാരനെ പിടികൂടി. ഇല്ലേ? വേട്ടയാട് നിരന്തരമായി. മറക്കാൻ പറ്റുമോ നമുക്ക് ഓമനക്കുട്ടനെ? ഓമനക്കുട്ടൻ എന്ന സഖാവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഒരു പ്രളയകാലത്തെ മനുഷ്യരെല്ലാം വീടുമെല്ലാം ഉപേക്ഷിച്ച് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ തങ്ങാൻ, അവിടെയുള്ളവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവന്ന അവിടുത്തെ സന്നദ്ധ പ്രവർത്തനം ആ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന ഓമനക്കുട്ടൻ ഓട്ടോ വിളിച്ച് വന്നതാ. ഇവിടേക്കുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്കുള്ള സാധനം കൊണ്ടുവന്നത്. കീശയിൽ ബാക്കി വന്ന പൈസ എണ്ണി നോക്കിയപ്പോൾ ഓട്ടോറിക്ഷ കൊടുക്കാൻ 70 രൂപ പോരായികയാണ്. ചുറ്റുമുള്ള സഖാക്കൾ കൊടുത്തു. ആ സഖാക്കളല്ല, അവിടെയുള്ള ആളുകൾ, പാർട്ടിയുടെ ആളുകളൊക്കെ അവർ 5ഉം 10ഉം ഒക്കെ കൊടുത്തു. തിരിച്ചു കൊടുക്കുന്ന വായ്പ 70 രൂപ. അത് വീഡിയോയിൽ പകർത്തി ഈ നാട്ടിൽ പ്രചരിപ്പിച്ചില്ല ഇവർ. ചാനൽ മുറിയിലിരുന്ന് വിചാരണ ചെയ്തില്ലേ ഓമനക്കുട്ടൻ? ആ ഓമനക്കുട്ടൻ ഒരു മകളുണ്ട്. അവളിപ്പോ MBBS-ന്റെ പഠനം കഴിയാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ നടക്കുമ്പോ തെരുവിലിറങ്ങുമ്പോ കള്ളന്റെ മകൾ എന്ന വിളി കേൾക്കേണ്ടി വന്നു ആ പെൺകുട്ടിക്ക്. വേട്ടയാടി ഈ തെമ്മാടിക്കൂട്ടങ്ങൾ. അങ്ങനെയാണ് നിരന്തരമായ വേട്ടയാടുകൾ. എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരുപാട് രക്തസാക്ഷികളുണ്ട് ഇടതുപക്ഷത്തിനടക്കം. ആ ധീര രക്തസാക്ഷികൾ ചോര ചിന്തി, പടവെട്ടി, പടയോട്ടം നടത്തി, അങ്ങനെയൊക്കെയാ ഈ പ്രസ്ഥാനവും ഇടതുപക്ഷവും എല്ലാം വളർന്നു വന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല ചെയ്യപ്പെട്ടാൽ ആ കൊലയാളിയുടെ അയൽവാസിയുടെ അയൽവാസിക്കെങ്കിലും ഈ കൊലയാളിയുമായി ബന്ധമുണ്ടെങ്കിൽ കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണ്. വിദൂര ബന്ധം മതി. എഴുതി തൊട്ടടുത്ത ബന്ധുവായി അത് നിർദ്ദേശിച്ച് കൊലപാതകം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സ്വന്തം രക്തസാക്ഷികളെ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് വെറുതെ പറയില്ല. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം മറക്കാൻ സാധ്യതയില്ല. ഒരു 4-5 മാസം മുമ്പ് കേരളത്തിലെ പത്രത്താളുകളിലൊക്കെ ഉണ്ടായിരുന്നു വാർത്ത, മനോരമയിലടക്കം. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലെ വെമ്പായമൂട്ടിൽ ഇരട്ട കൊലപാതകം. 2 പേരെയാണ് ഒറ്റ രാത്രിയിൽ കോൺഗ്രസിന്റെ കാപാലികർ വെട്ടി നുറുക്കിയത്. അക്ക മുഹമ്മദും മിഥിലാജ്. വലിയ പ്രതിഷേധം ഉണ്ടായി നമ്മുടെ നാട്ടിൽ. അതിനെതിരെ വലിയ ക്യാമ്പയിൻ നടന്നു. ആ ക്യാമ്പയിന്റെ പേരിങ്ങനെയായിരുന്നു, എന്തിന് കൊന്നു കോൺഗ്രസ്. ഈ കേസിലെ കൊല്ലപ്പെട്ട ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും എനിക്കറിയാം. ഈ സംഭവം നടക്കുന്നതിന്റെ ഏകദേശം 1 വർഷം മുമ്പ് നിങ്ങൾ TV-യിൽ കണ്ടിട്ടുണ്ടാവും. 2-3 കൊല്ലം മുമ്പാണ് കൊലപാതകം. 2 കൊല്ലം. ആ കൊലപാതകം നടന്ന സ്ഥലമൊക്കെ TV-യിൽ കാണിക്കുന്നത്. അതേ സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ക്ഷണമുണ്ടായി. ഒരു ജൂൺ മാസത്തിൽ DYFI-യുടെ പരിപാടി. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ, അതായിരുന്നു പരിപാടി. പക്ഷെ പരിപാടിയുടെ 2-3 ദിവസം മുമ്പ് എനിക്ക് കടുത്ത പനി. ഞാൻ തിരുവനന്തപുരത്തെ സഖാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയില്ല. അപ്പൊ സഖാക്കൾ പറഞ്ഞു പറ്റില്ല, സഖാവ് നിർബന്ധമായും വരണം. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ബോർഡുകളൊക്കെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് അവർ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് സഖാവ് വന്നേ പറ്റൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, പനിക്കുള്ള കടുത്ത മരുന്ന് കഴിച്ച് കമ്പിളി പുറച്ചാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് പോയി. വൈകുന്നേരമാണ് പരിപാടി. സഖാക്കൾ തിരുവനന്തപുരത്ത് വന്നു. അവരുടെ കൂടെ ഞാൻ അവരുടെ നാട്ടിൽ പോയി.
അവിടെ ഒരു വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉച്ചനേരമായപ്പോ 2-3 ചെറുപ്പക്കാർ വന്നു. ആ നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചു. തിരിച്ചു പോകാൻ നേരത്ത് ഈ ചെറുപ്പക്കാരിലൊരാൾ കൂടെയുള്ളവരെ കൂടെ നിർത്തി എന്നെയും ചേർത്ത് നിർത്തി ഒരു സെൽഫിയൊക്കെ എടുത്തു. ആ ചെറുപ്പക്കാരൻ അക്ക് മുഹമ്മദാണ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പരിപാടിയൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. ഒരു കോൺഗ്രസ്സുകാരനും ആ വഴിക്ക് വന്നില്ല. പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് കാറി കയറുമ്പോ എന്നെ യാത്ര അയക്കാനും ആ ചെറുപ്പക്കാരുണ്ടായി. അത് അവസാനത്തെ യാത്ര പറച്ചിലാണെന്ന് അന്ന് ഞാൻ ഓർത്തില്ല. വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തെ കുറിച്ച് പത്രത്തിൽ വായിച്ചപ്പോ അവിടുത്തെ സഖാക്കളെ വിളിച്ചപ്പോഴാണ് അന്ന് എന്നെ കാണുമെന്ന അക്ക് മുഹമ്മദാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ആ കേസിലെ പ്രതികൾക്ക് കേരളത്തിലെ നീതിന്യായ കോടതി ജാമ്യവും പരോളും അനുവദിച്ചില്ല. അത്രയും ക്രൂരമായ ഇരട്ട കൊലപാതകമായി പഠിച്ച പണി അവർ 18 മുതൽ. ഈ അടുത്ത കാലത്ത് ആ കേസിലെ 1-ാം പ്രതിയുടെ ഉമ്മ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അതിങ്ങനെയാണ്: ഈ കേസിലെ കൊല്ലപ്പെട്ട ഹക്ക് മുഹമ്മദും മിഥിലാജും കേസിലെ സാക്ഷികളായ 13 പേര് അവരെന്റെ മകനെ കൊല്ലാൻ വന്നു. അപ്പോ തിരിച്ചവൻ പ്രതിരോധിച്ചപ്പോഴാണ് അറിയാതെ 2 പേര് കൊല്ലപ്പെട്ടു പോയത്. എങ്ങനെയുണ്ട്? നല്ല ന്യായം. പോലീസ് ആ കേസ് ചവറ്റുകൊട്ടയിലേക്ക് ആ പരാതി ഇവർ കോടതിയെ സമീപിച്ചു. അറിയാലോ, അറബിക്കടലിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടും. തീ പിടിച്ചോ എന്നുള്ളത് അടുത്ത ചോദ്യം. കോടതി എന്ത് ചെയ്തു? ഈ കേസിലെ സാക്ഷികളായ 13 പേർക്കും അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമൻസ് അയച്ചു. ഇത് കേൾക്കേണ്ട താമസം മലയാള മനോരമ പത്രത്തിന്റെ 1-ാം പേജിൽ പിറ്റേ ദിവസം വെണ്ടക്ക അക്ഷരത്തിൽ വാർത്ത. എന്താ വാർത്ത? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്, സാക്ഷികൾ പ്രതികളാവും. ഈ ദുഷ്ടന്മാരൊന്നുകൂടി ചെയ്തു. നമ്മൾ നേരത്തെ നടത്തിയ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന ക്യാമ്പയിന്റെ ഒരു കട്ടിങ് കൂടി അതിൽ വെച്ചു. ഇത് വായിക്കുന്ന ആൾക്ക് എന്താ തോന്നുന്നു? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്, സാക്ഷികൾ പ്രതികളാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 സഖാക്കളെ കൊന്നത് ഈ പ്രതികളാണ് എന്നുള്ള രൂപത്തിലാണ് മനോരമ വാർത്ത കെട്ടിച്ചമച്ചത്. ഈ വാർത്ത കാണേണ്ട താമസം മൗദൂദി ചാനൽ മീഡിയ വൺ രാത്രി 1 മണിക്കൂർ ചർച്ച. എങ്ങനെയുണ്ട്? എന്തൊരു സഖാക്കളെ, ഈ അടുത്ത കാലത്ത് സഖാവ് കോടിയേരിയുടെ മരണം നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി ആ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സഖാവ് നമുക്കിടയിൽ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം. ഞാനിപ്പോഴും ഓർക്കുന്നു 2021 ഒക്ടോബർ മാസം 1-ാം തീയതി ഞാനന്ന് കൊടുങ്ങല്ലൂർ RSSകാർ അറുകൊല ചെയ്ത നമ്മുടെ ഈ സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ പറ്റും. പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങാടിയിലുള്ള തൊട്ടടുത്ത ചെറിയ ഹോട്ടലിൽ കയറി അവിടുത്തെ സഖാക്കളോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സഖാക്കളിൽ ആരോ കോടിയേരിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, സഖാവ് കുഴപ്പമൊന്നുമില്ല, സഖാവ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ഞാനത് വെറുതെ പറഞ്ഞില്ല. സഖാവ് വിനീഷ് കോടിയേരിയുമായി അതിന്റെ 4-5 ദിവസം മുമ്പ് ഫോണിൽ സംസാരിച്ചതിന്റെ ഒരു ബലത്തിൽ കൂടിയാണ് ഞാൻ അവരോട് ആശ്വാസവചനം പറഞ്ഞത്. ഞാൻ അവിടുന്ന് തിരിച്ച് യാത്ര തുടങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് കൊടുങ്ങല്ലൂരിലെ സഖാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, കോടിയേരി യാത്ര പോയി. സഖാക്കളെ, നിങ്ങളെയൊക്കെ പോലെ ആ വാർത്ത വിശ്വസിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട്. ഞാനാണെങ്കിൽ യാത്രയിലാണ്. ചാനലുകളിലെ വാർത്തകളൊന്നും കേൾക്കാൻ നിവൃത്തിയില്ല. മൊബൈലിൽ വരുന്ന സന്ദേശങ്ങൾ മാത്രമാണ്, വാർത്തകൾ മാത്രമാണ് ആശ്രയം. അപ്പോഴാണ് എന്റെ മൊബൈലിൽ ഒരു സന്ദേശം വന്നത്. നിങ്ങളുടെ ഒക്കെ മൊബൈലിൽ വന്നു ആ സന്ദേശം. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ സന്ദേശമാണ്. അതിങ്ങനെയാണ്: ഒരു കൂടപ്പിറപ്പിന് പോലെ അല്ല, എന്റെ ഒരു കൂടപ്പിറപ്പിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സഖാക്കളെ നമ്മൾ കണ്ടില്ലേ? പിറ്റേ ദിവസം ചെന്നൈയിൽ നിന്ന് സഖാവ് കോടിയേരിയുടെ മൃതശരീരം തലശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ എത്തിയ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 7 മണി വരെ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരത്തിനരികിൽ കണ്ണിമ ചിമ്പാതെ സഖാവ് പിണറായി ഉണ്ടായി. മാസ്ക് കൊണ്ട് പാതി മറച്ച മുഖത്ത് ഒരു കണ്ണീരിന്റെ കടലിരമ്പമുണ്ടായി. രാത്രി 9 മണിക്ക് കോടിയേരിയുടെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ഒരു തറവാട്ടുകാരനവരെ പോലെ പിണറായി കൂടെ ഉണ്ടായി. പിറ്റേ ദിവസം കണ്ണൂരിലെ പാർട്ടി ഓഫീസിലെ മുറ്റത്ത് സഖാവിന്റെ മൃതശരീരം അന്ത്യദർശനത്തിന് വെക്കുമ്പോഴും അവിടെയും പിണറായി ഉണ്ടായി. നട്ടുച്ചയുടെ പൊരിവെയിലത്ത് ഒരുപാട് സമരപഥങ്ങളിലൂടെ അവർ നടന്നു നീങ്ങിയ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ അന്ത്യയാത്രക്ക് മുമ്പിലും വിലാപയാത്രക്ക് മുമ്പിലും സഖാവ് പിണറായി ഉണ്ടായി. പയ്യാമ്പലം കടപ്പുറത്തേക്ക് ആ വിലാപയാത്ര കടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം തോളിലേക്ക്, ചുമലിലേക്ക്, അത് ചിതയിലേക്ക് വെച്ച് ആ ചിതക്ക് തീ കൊടുത്തി തൊട്ടടുത്ത പ്രസംഗവേദിയിലേക്ക് വന്ന് അനുശോചന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി മൈക്കിന് മുമ്പിൽ വന്ന് ഞാൻ എങ്ങനെ തുടങ്ങണം, ഞാൻ എന്തു പറയും, ഞാൻ എവിടെ അവസാനിപ്പിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് 3 വാക്കുകളിൽ സഖാവ് പിണറായിയുടെ വാക്കുകൾ കണ്ണീരിൽ കുതിർന്നു പോയപ്പോ കണ്ണു നിറയാത്ത കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളും ആ കാഴ്ച നമുക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ സകല പത്രങ്ങളും വാഗ്മയ ചിത്രങ്ങളായി അത് വീണ്ടും നമ്മുടെ മുമ്പിൽ കാണിച്ചു.
പക്ഷെ നിങ്ങൾ കണ്ടോ, അതിന്റെ നേരെ പിറ്റേ ദിവസം ഒക്ടോബർ മാസം 4-ാം തീയതി അനിവാര്യമായ വിദേശയാത്രയ്ക്ക് വേണ്ടി സഖാവ് പിണറായി പുറപ്പെട്ടപ്പോ ഇതേ വാർത്താ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടുത്തെ രാഷ്ട്രീയ എതിരാളികൾ എന്താ വിളിച്ചു പറഞ്ഞത്? അവർ പറഞ്ഞത് ഇന്നലെ പയ്യാമ്പലം കടപ്പുറത്ത് സഖാവ് പിണറായി മുതലക്കണ്ണീരൊഴുക്കുകയായിരുന്നു, ഇന്ന് വിദേശത്തേക്ക് ടൂർ പോവുകയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞവരോട് നമുക്ക് ഒന്നേ പറയാം, പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണീരൊഴുക്കിയത് സഖാവ് പിണറായി വിജയനാണ്. പിറ്റേ ദിവസം വിദേശത്തേക്ക് യാത്ര പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതൊരു സർക്കാരിന്റെ ഭാഗമാണ്, അതിന് നിശ്ചലമാകാൻ കഴിയില്ല. ഒരു യന്ത്രം പോലെ അതിന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല സഖാവ് പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കരഞ്ഞു നിൽക്കാൻ നേരമില്ല. കരയാൻ തീരുമാനിച്ചാൽ പിന്നെ കരയാനേ കമ്മ്യൂണിസ്റ്റുകാരന് നേരം കിട്ടും. ഇവര് ആരോപണം ഉന്നയിച്ച ഒക്ടോബർ 4 ആ 4 പ്രത്യേകതയാണ്. ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓർമ്മ കാണും. ഇതുപോലെ ഒരു ഒക്ടോബർ 4 തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന സഖാവ് പി യു സുനു RSSകാരാൽ അറുങ്കൊല ചെയ്യപ്പെട്ടത്. സഖാവ് കൊല്ലപ്പെട്ട ദിവസം പത്രങ്ങളിൽ വന്ന വാർത്തയിൽ വായിച്ചവർക്കറിയാം, ഒരു ദരിദ്ര കുടുംബത്തിലാണ് സഖാവ് സനൂപ് ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ മരിച്ചു, ഒരു കോളനിയിലാണ് ജനിച്ചത്. അച്ഛനമ്മമാർ മരിച്ചു, അച്ഛമ്മ അവനെ വളർത്തിയത്. കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ ഒരു കടമയുണ്ട്. അറിയാലോ നിങ്ങൾക്ക്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ സകല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ചനേരത്ത് രോഗികൾക്ക് വിശക്കുമ്പോ, അവരുടെ കുട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ, വയറെരിയുമ്പോ മിഴി നിറയരുത്. കേരളത്തിൽ 365 ദിവസവും മുടങ്ങാതെ സകല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഉച്ചനേരത്ത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് ഉച്ചഭക്ഷണം എത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. കൊല്ലപ്പെടുന്ന ദിവസം അതിന്റെ നേരെ പിറ്റേ സഖാവിൽ അർപ്പിതമായ കടമ. പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് എത്തിക്കേണ്ടത് സഖാവിന്റെ നാട്ടിൽ നിന്ന്. രാത്രി ഒരു 7 മണി 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും കയറിയിറങ്ങി അമ്മമാരെ കണ്ടു, ഉമ്മമാരെ കണ്ടു. പിറ്റേ ദിവസത്തെ പൊതിച്ചോറിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് RSSകാർ സഖാവ് സനൂപിനെ വെട്ടിനുറുക്കിയത്. സഖാക്കളെ നിങ്ങൾ അറിയണം, അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായി. പിറ്റേ ദിവസം അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് ചൂടാറാതെ തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് അവന്റെ പ്രിയപ്പെട്ട സഖാക്കളെ വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലെ മോർച്ചറിയിൽ തണുത്തു മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്ത് കിടക്കുക സഖാവ് സനൂപ്. അവന്റെ സഖാക്കൾ അവർക്ക് അറിയിക്കുക അല്ല, അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ട് ചൂടാറാതെ രോഗികൾക്ക് കുട്ടികൾക്ക് വിശപ്പ് മാറ്റം കൊടുക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇടതുപക്ഷക്കാരന് കരഞ്ഞു നിൽക്കാൻ നേരമില്ല. കർമ്മപദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ കാത്തു നിൽക്കുകയാണ് അല്ലേ? ആ രക്തസാക്ഷികളുടെ ഓർമ്മദിനങ്ങളിൽ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി മുട്ടി ചുരുട്ടി നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം അതിങ്ങനെയാണ്, സഖാവേ നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഒരു വാക്കുകൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും, അതിങ്ങനെയാണ്, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ഒരു ഇടതുപക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും വാക്കല്ല, മരിച്ചുപോയ ധീര രക്തസാക്ഷികളോട് നൽകുന്ന വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. എന്റെ മുദ്രാവാക്യത്തിന്റെ പേരിലാണ് അവർ അറുങ്കൊല ചെയ്യപ്പെട്ടുള്ളത്. ഈ നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവർ ജീവൻ ബലി നൽകിയിട്ടുള്ളത്. ആ മുദ്രാവാക്യത്തിന്, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് 2024 ഫെബ്രുവരി മാസം 4-ാം തീയതി. ഒരു വർഷം കൂടി പിന്നിട്ടാൽ, 11 മാസം കൂടി പിന്നിട്ടാൽ നമ്മൾ 2025 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. എന്താണ് പ്രസക്തി എന്ന് തിരിച്ചറിയണമെങ്കിൽ 100 വർഷം പുറകിലേക്ക് നടക്കണം. അങ്ങനെ നടന്നാൽ നമ്മൾ 1925-ലെത്തും. 1925-ലാണ് ഇന്ത്യയിൽ RSS രൂപീകരിക്കപ്പെട്ടുള്ളത്. അന്ന് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അന്ന് അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് 3 പേരെയാണ്. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് കടന്നു വരാം. അന്ന് അവർ പറഞ്ഞതാണ്, 100 വർഷം കൊണ്ട് ഇന്ത്യയെ ഞങ്ങളൊരു മതരാജ്യമാക്കും, ഇന്ത്യയെ ഞങ്ങളൊരു ഹിന്ദു രാജ്യമാക്കും. അതിനുള്ള പ്രക്രിയയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർത്തമാനകാല വിശേഷങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പങ്കുവെക്കുന്നില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന RSSന്റെ രാഷ്ട്രീയ അംഗമായ BJPയുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് വളരെ വിനീതമായ ഒരു ചോദ്യം. നിങ്ങൾ പറഞ്ഞല്ലോ 2025 ഞങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കും. ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഹിന്ദു മത വിശ്വാസികളാക്കും എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ നിങ്ങൾ അതിന് അധ്വാനിക്കേണ്ടതില്ല. എന്താ കാരണം? ഇന്ത്യയിലെ ജനങ്ങളിൽ 85% ആളുകളും ഹിന്ദുമത വിശ്വാസികളാണ്. ഇപ്പോൾ തന്നെ 85% ആളുകൾ ഹിന്ദുമത വിശ്വാസികൾ. അടിവരയിടുക, ഹിന്ദുമത വിശ്വാസികൾ. അവരെല്ലാവരും RSS അല്ല, അവരെല്ലാവരും BJP അല്ല. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ 39% വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്കും BJPക്കും RSSനും അനുകൂലമായി കിട്ടിയിട്ടുള്ളത്. ബാക്കി 61% വോട്ടുകളും വ്യത്യസ്ത പാർട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത പെട്ടികളിൽ വീണതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വ്യത്യസ്ത വോട്ടുകൾ വ്യത്യസ്ത പാർട്ടിയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ എന്ന ഒരു സഖ്യത്തെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ഈ നാട് ആലോചിക്കുന്നത്. വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഹിന്ദുക്കളാക്കുക എന്ന കടമ RSS നിർവഹിക്കേണ്ടതില്ല. രണ്ടാമത്തെ ചോദ്യം, ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? 85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഒരു രാജ്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നല്ല കാര്യം. 85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീട്, അവർക്ക് അന്തിയുറങ്ങാൻ ഒരു വീട്, ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നല്ല കാര്യം. 85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, അതാണോ നിങ്ങൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല കാര്യം. 85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഹാപ്പിനെസ്, സന്തോഷകരമായ ഒരു മനസ്സ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണോ നിങ്ങൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്കിൽ നല്ല കാര്യം. പക്ഷെ എന്താ ഇന്ത്യയുടെ അവസ്ഥ? 85% ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചാൽ നല്ല കാര്യം ഞാൻ പറയാൻ കാരണം പിന്നെ 15% പ്രശ്നമല്ലേ നോക്കേണ്ടതുള്ളൂ. പക്ഷേ BJP 10 കൊല്ലം ഭരിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ BJP പറയുന്ന ഒരു ഉത്തരമുണ്ട്. അവർ പറയും ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. നരേന്ദ്രമോദിയുടെ പടായിയല്ല, അതൊരു സത്യമാണ്. ഒരു അന്വേഷണത്തിലൂടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സർവേയിലൂടെ കണ്ടെത്തിയ ഉത്തരമാണ് ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. എന്താ നിങ്ങൾക്കൊരു ഉഷാറില്ലാത്ത? എറണാകുളം ജില്ലയിലെ നിയോജകമണ്ഡലം നമ്മുടെ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ഈ പ്രദേശത്തുള്ള നിങ്ങൾ ഇന്ത്യയിലാണ്. നിങ്ങൾക്ക് എന്തേ ഒരു ഉന്മേഷമില്ലാത്തത്? എന്താ കാരണം? നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉന്മേഷമില്ലാത്തത്. അല്ലെങ്കിൽ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യയിലാണ് ഇരിക്കുന്നതൊക്കെ പറയുമ്പോ ഒന്ന് നെഞ്ചിരിക്കണ്ടേ? എന്തേ നെഞ്ചിരിക്കാൻ കഴിയാത്തത്? നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്താ ഇതിന്റെ കാരണം? അതിന് ഉത്തരണ്ട്. അത് നാസർ കൊളായിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ബടായിയല്ല, BJP വിമർശകരുടെ ബടായിയല്ല. എന്താണ് അതിന്റെ ഉത്തരം? ഇന്ത്യയിലെ സമ്പത്തിന്റെ 0. ഇന്ത്യയിലെ സമ്പത്തിന്റെ 49% എന്ന് പറഞ്ഞാൽ 1% കൂടി കൂട്ടിയാൽ 50-50. 49% കിടക്കുന്ന എവിടെയാ? ഇന്ത്യയുടെ ജനസംഖ്യയുടെ 0.1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിൽ. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 140 കോടിയോട് അടുക്കുകയാണ്. അതിന്റെ 0.1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,48,000. ഇന്ത്യയുടെ സമ്പത്തിന്റെ ഏകദേശം 50-50, 49% 1,48,000 വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് അത് അനുഭവ സാധ്യമല്ലാത്തത് എന്ന് പറയുമ്പോൾ BJP പറയുന്ന മറ്റൊരു മറുപടി എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമ്പന്നൻ ഇന്ത്യക്കാരനാണ്. അറിയാലോ പേര്? ഗൗതം അദാനി. നാളെ 10ലോ 11ലോ താഴ്ന്നു. ആൽക്കൊല്ലം നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, LIC പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അതിന്റെ വിശദീകരണത്തിലൊന്നും കിടക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അത് ഗൗതം അദാനി എന്ന 2ാമൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ വിപരീതമായ മറ്റൊരു സർവേ ഉണ്ട്. എന്താണ് സർവേ? അത് ദാരിദ്ര്യത്തിന്റെ കണക്കെടുപ്പാണ്. ലോകത്ത് 193 രാജ്യങ്ങളാണ് കണക്കെടുപ്പ് നടത്തുന്നത്. 121 രാജ്യങ്ങളുടെ കണക്കെടുപ്പാണ്. എങ്ങനെയാ കണക്കെടുപ്പ് നടക്കുക? ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണോ അത് 1ാം സ്ഥാനത്തും. അതിൽ നമ്മളില്ല എന്നുള്ളത് ഉറപ്പല്ലേ? 2, 3, 4, 5 നമ്മളുണ്ടോ? ഇല്ല. 5 ഇന്ത്യയുടെ ഏതെങ്കിലും അയൽ രാജ്യമുണ്ടോ? ഉണ്ട്. ഏതാണ്? കമ്മ്യൂണിസ്റ്റ് ചൈനയുണ്ട്. 6, 7, 8, 9, 10 നമ്മളുണ്ടോ? ഇല്ല. 20, 30, 40, 50 നമ്മളുണ്ടോ? ഇല്ല. 100 നമ്മളുണ്ടോ? ഇല്ല. 101 നമ്മളുണ്ടോ? ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ 5 വർഷം മുമ്പ് നമ്മൾ ദാരിദ്ര്യത്തിൽ 101ാം സ്ഥാനത്തായിരുന്നു. പിന്നെയോ നമുക്ക് പുരോഗതി ഉണ്ടായി. മുകളിലേക്കല്ല, അധോഗതിയാണ്. താഴോട്ടാ പോയത് അല്ലേ? നമ്മുടെ സ്ഥാനം എത്രയായി? 101ൽ നിന്ന് 107ാം സ്ഥാനത്തെത്തി. 1.5 മാസം മുമ്പ് വരെയുള്ള കണക്കാണ്. ഞാനെന്ന് പ്രസംഗിച്ചത് അങ്ങനെയാണ്. 1.5 മാസം മുമ്പുള്ള പത്രമെടുത്ത്, 2 മാസം മുമ്പുള്ള പത്രമെടുത്ത് നിങ്ങൾ പരിശോധിക്കുക. നമുക്ക് വീണ്ടും പുരോഗതി ഉണ്ടായി. അധോഗതിയിലേക്ക് നമ്മുടെ സ്ഥാനത്തെ നിങ്ങൾക്ക് 111ാമത്തെ സ്ഥാനം. എത്ര രാജ്യങ്ങളുടെ കണക്കെടുപ്പ്? 121 രാജ്യങ്ങളിൽ 111 നമ്മുടെ പിറകിൽ ഉള്ളത് 10 രാജ്യങ്ങളാണ്. നമുക്ക് അഭിമാനിക്കാം അല്ലേ?
എന്നാൽ ഇതിന് ഇണതുണയായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ശ്രീലങ്കയുണ്ടോ? നേപ്പാളുണ്ടോ? ബംഗ്ലാദേശ് ഉണ്ടോ? പാകിസ്ഥാൻ ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ഉണ്ട്. ഏതാണ് ആ രാജ്യം? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേര് മഹാത്മാഗാന്ധി. നമുക്ക് മറ്റൊരു ഗാന്ധി ഉണ്ടായിരുന്നു, അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം കൊടുത്ത് നമ്മൾ ആദരിച്ച ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നാട് എവിടെയാണ്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ദാരിദ്ര്യത്തിൽ ഇന്ത്യക്ക് ഇണതുണയായി നിൽക്കുന്നുണ്ട്. എന്താ കാരണം? അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് മുസ്ലിം മത തീവ്രവാദികളാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മത തീവ്രവാദികൾ ഭരിക്കുന്ന രണ്ട് രാജ്യവും ദാരിദ്ര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. എന്ത് പറ്റി നമ്മുടെ നാട്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യം ഇല്ലേ? ഈ സമ്പത്തുള്ള രാജ്യത്തിന് എന്താ പറ്റിയത്? നമ്മുടെ സമ്പത്ത് അവിടെ ജനങ്ങളിലേക്ക് എത്താതെ എവിടെ പോയി? ഇന്ത്യ വിൽക്കുകയാണ്. ശതകോടീശ്വരന്മാർക്ക് ഇന്ത്യ വിൽക്കുകയാണ്. ഞാനിത് പ്രസംഗിക്കുമ്പോ ഇന്ത്യയുടെ ആകാശം വിറ്റു, ഇന്ത്യയുടെ ഭൂമി വിറ്റു, ഇന്ത്യയുടെ കടൽ വിറ്റു. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, ആ ഉദാഹരണം ഇവിടെയും പറയാം. ഞാൻ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, 5ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒരു പാഠവൃത്തിയാണ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ സദസ്സിൽ ചിലർക്കെങ്കിലും ഓർമ്മ വരും, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പഠിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ഇത് കൈവക്കരുത്. എന്താ കാരണം വരും? എന്റെ പ്രായത്തിന്റെ രഹസ്യം വെളിപ്പെടും, അതുകൊണ്ടാണ് കൈവക്കരുതെന്ന്. ഞാൻ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മലയാള പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠം ഇങ്ങനെയാണ്. ബെല്ലടിച്ചു, കുട്ടികളൊക്കെ ക്ലാസ് കയറി. ആകാശത്തൊരു രംഭം. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു, വിമാനം വിമാനം വിമാനം. ആ പാഠത്തിലാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്. കുഴപ്പമാകുമോ സഖാവേ? ആവില്ല എന്ന് നിങ്ങൾ പറയും. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് സംശീർ പറഞ്ഞപ്പോ കുഴപ്പമാണ്. എന്റെ പേര് നാസർ കൊളായിനാണ്. അതുകൊണ്ടാണ് ചോദിച്ചു. കുഴപ്പമായാലും കുഴപ്പമില്ല, ഞാൻ പഠിച്ചത് അവിടെയാണ്. ഇല്ലേ? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നിങ്ങളുടെ ആകാശത്തിന് മുകളിലൂടെ വിമാനം ഇപ്പൊ പറന്നു പോകുമ്പോ നിങ്ങളുടെ കുട്ടികൾ വീടിന്റെ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി വിമാനം വിമാനം എന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അറിയണം, ആ വിമാനം ഇന്ത്യയുടേതല്ല. എയർ ഇന്ത്യ എന്ന മനോഹരമായ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. അത് വായിക്കാൻ പറ്റും. താഴെ പറക്കുമ്പോ അത് ഇന്ത്യയുടേതായിരുന്നു. വിറ്റ് തുലച്ചു കിട്ടിയവർക്ക്. ഇന്ത്യൻ എയർലൈൻസ് എന്ന മനോഹരമായ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടേതായിരുന്നു. കിട്ടിയവർക്ക് വിറ്റ് തുലച്ചു. ഇന്ത്യയുടെ ആകാശം വിറ്റു, ഇന്ത്യയുടെ ഭൂമി വിറ്റു. അപ്പൊ നിങ്ങൾ നോക്ക്, ആകാശത്തേക്ക് വിരൽ ചൂണ്ടി എന്ന് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോ 6 അടി ഉയരമുള്ള എന്റെ ചൂണ്ടാണി വിരലിന്റെ അറ്റത്തേക്കുള്ള ഒരു 8 അടി, 8 അടി ഉയരത്തിൽ നിന്ന് ചൂണ്ടാണി വിരലിന്റെ അറ്റത്തുനിന്ന് രക്തം കുതിച്ചു വായ എന്റെ കാൽപാദങ്ങളുടെ വിരലിലേക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കുമ്പോ ഇടത്തെ കൈയുടെ വിരലറ്റത്തുനിന്ന് വലത്തെ കൈയുടെ വിരലറ്റത്തേക്ക് രക്തം കുതിച്ചു വായ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ശരീരമാസകലം. എന്റെ ശരീരത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലൊക്കെ രക്തം ഇങ്ങനെ കുതിച്ചു വായാണ്. അങ്ങനെ രക്തം കുതിച്ചു പാഞ്ഞാലേ നമുക്ക് ജീവൻ ഉണ്ടാകുള്ളൂ. എങ്ങനെയാ രക്തം പായുന്നത്? നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിലൂടെ. ഇന്ത്യയുടെ രക്തധമനിയാണ് ഇന്ത്യയുടെ റെയിൽ പാളങ്ങൾ. അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുണ്ട്. ബോംബെ തുറമുഖം മുതൽ കൽക്കത്ത തുറമുഖം വരെയുണ്ട്. തലങ്ങും വലങ്ങുമുണ്ട്. ഇല്ലേ? കോടിക്കണക്കിന് മനുഷ്യർ തീവണ്ടികളിലൂടെ ദിവസവും ഇന്ത്യക്കാരെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ ചലിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യൻ റെയിൽവേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോ അത് ഇന്ത്യയുടേതാണെന്ന്? ആയിരുന്നു, വിറ്റു തുടങ്ങി. സംശയമുണ്ടോ? നിങ്ങൾ പോയി നോക്ക്. കോയമ്പത്തൂരിൽ നിന്ന് മദിരാശി വഴി, ചെന്നൈ വഴി മുംബൈയിലേക്ക് പോകുന്ന സ്വകാര്യ തീവണ്ടി ഓടി തുടങ്ങി. വായിച്ചില്ലേ? മധ്യപ്രദേശിൽ ടാറ്റയുടെ ഗുഡ്സ് വാഗൺ മറിഞ്ഞ് റെയിൽ ഗതാഗതം സ്തംഭിച്ചു. കേൾക്കുന്നില്ല നിങ്ങൾ? മുംബൈയിൽ തീവണ്ടികൾ വിൽപ്പന വെച്ച് തുടങ്ങി. സ്വകാര്യ തീവണ്ടികൾ മുംബൈ നഗരത്തിൽ ഓടാൻ തുടങ്ങി. സാന്ദർഭികമായി മനസ്സിലാക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് മുംബൈ ഒരു രാജാവിന്റേതായിരുന്നു. മകളെ കല്യാണം കഴിച്ചപ്പോൾ മരുമോന് ശ്രീധരൻ കൊടുത്ത നാടിന്റെ പേരാ ബോംബെ. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആരുവേ പോയിട്ട് വല്ല മാവേലിക്കോ മലബാറിനോ കയറാന്ന് വിചാരിച്ചാൽ ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ വിൽപ്പന തുടരുമ്പോ ഏതെങ്കിലും മുതലാളിയുടെ കയ്യിലായിരിക്കും ആ തീവണ്ടി. മുതലാളി മോളെ കെട്ടിക്കുമ്പോ മരുമോന് ശ്രീധരൻ കൊടുത്താൽ മരുമോൻ തീരുമാനിക്കും ആ തീവണ്ടിക്ക് എത്ര പൈസ വാങ്ങണം, നിങ്ങൾ എപ്പോ പോകണം. വിറ്റു തുലക്കുകയാണ് ഈ നാടിനെ. ഇന്ത്യയുടെ കടൽ വിറ്റു, അദാനി വിലക്കെടുത്തു. വിഴിഞ്ഞം തുറമുഖം നമ്മളതിനെതിരല്ലോ. വിഴിഞ്ഞത്ത് മദർഷിപ്പ് അമ്മക്കപ്പലിന് തീരത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വിഴിഞ്ഞം കടപ്പുറത്ത് തുറമുഖം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് മനുഷ്യ ചങ്ങല നടത്തിയ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അത് അദാനിക്ക് വിറ്റ രീതിയിലാണ് നമുക്ക് എതിർപ്പുള്ളത്. കേരളത്തിന്റെ ഗവൺമെന്റിനെ ലേലത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ കഴിയാതെയാണ് വിറ്റു തുലച്ചത്. ഇല്ലേ? കടൽ വിൽക്കുകയാണ്, ഭൂമി വിൽക്കുകയാണ്, ആകാശം വിൽക്കുകയാണ്. നമ്മൾ ആരോടാ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റുമുട്ടിയത്? ആരോടാ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്? ബ്രിട്ടീഷുകാരോട്, പോർട്ടീസുകാരോട്. അവരെന്തിനായി നാട്ടിൽ വന്നത്? കച്ചവടത്തിന്. അവർ മാത്രം കച്ചവടത്തിന് വന്നത് അല്ല. ആരൊക്കെ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്? അറബികൾ വന്നിട്ടുണ്ട്, ചൈനക്കാർ വന്നിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾ കൊച്ചി കടപ്പുറത്ത് പോയിട്ട് പടിഞ്ഞാട്ട് നോക്ക്. കൊച്ചി നഗരത്തിന്റെ പേരെന്താണ്? അറബിക്കടലിന്റെ രാജ്ഞി, അറബിക്കടലിന്റെ റാണി. കൊച്ചി പോയി പടിഞ്ഞാട്ട് നോക്കിയാൽ കാണുന്ന കടലിന്റെ പേര് അറബിക്കടലിനാണ്. ബി ജെ പിക്ക് അഞ്ച് പേര് മാറ്റി വന്നിട്ടുണ്ട് അറബിയിൽ. ഇല്ല, എന്റെ ആ പേര് വരാനുള്ള കാരണം
ആ കടലിലൂടെയാണ് അറബികൾ വന്നിട്ടുള്ളത്. ആ കടലിനക്കരെയാണ് അറബ് നാട്. അതുകൊണ്ടാണ് വന്നത്. അവരെങ്ങനെയാ വരുന്നത്? പായ്ക്കപ്പലിൽ. എപ്പോഴാ വരുന്നത്? സെപ്റ്റംബറിന്റെ ആദ്യവാരത്തിൽ. എപ്പോഴാ തിരിച്ചു പോകുന്നത്? മെയ് മാസത്തിന്റെ അവസാനത്തിൽ. എന്തേ അങ്ങനെ? സെപ്റ്റംബറിന്റെ ആദ്യവാരത്തിൽ അറബിക്കടലിലെ കാറ്റ് പടിഞ്ഞാറ്റിൽ നിന്ന് കിഴക്കോട്ടാണ്. പായ്ക്കപ്പൽ നിവൃത്തിയാൽ കേരളത്തിലെത്തും. മെയ് മാസത്തിന്റെ അവസാനത്തിൽ പായ്ക്കപ്പൽ നിവൃത്തിയാൽ കാറ്റ് അങ്ങോട്ടാണ്. അവർക്ക് തിരിച്ചങ്ങോട്ട് പോവാ. അറബികൾ എന്താ കൊണ്ടുവരുന്നത്? കാരക്ക. ഇന്നത്തെ സ്വർണ്ണം കയറ്റിയ കാരക്ക അല്ലോ, ഒറിജിനൽ കാരക്ക. പിന്നെയോ സുഗന്ധദ്രവ്യങ്ങള് അവരിവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടാ തിരിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ കുരുമുളക്, മഞ്ഞള്, ഇഞ്ചി, വീട്ടി, തേക്ക് എല്ലാം കൊണ്ടുപോകും. പക്ഷെ ചിലപ്പോ അവർക്ക് മെയ് മാസത്തിൽ പോകാൻ കഴിയില്ല. അറിയാലോ നിങ്ങൾക്ക്, കാലാവസ്ഥ വ്യതിയാനം. നേരം കെട്ട കാലത്ത് മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പറഞ്ഞറിയിക്കണല്ലോ കാലാവസ്ഥയുടെ വ്യതിയാനം അന്നുണ്ടായിരുന്നു. ചിലപ്പോ മെയ് മാസത്തിൽ അറബിക്കടലിലെ തിരകൾ തെങ്ങോളം ഉയരും. കാറ്റ് പിടിക്കില്ല, തിരിച്ചു പോകാൻ കഴിയില്ല. അറബികൾ കോഴിക്കോട് കടപ്പുറത്ത് തന്നെ താമസിക്കുന്നു. ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം ഒന്നും അവർക്ക് ഈ വ്യതിയാനം കൊണ്ട് പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കേണ്ടി വരും. അവർക്ക് ഭാര്യമാരും കുട്ടികളുണ്ട്, അവർക്ക് കുടുംബമുണ്ട് അവരുടെ നാട്ടിൽ. അവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവർക്ക് മാനസികമായ ചില പ്രയാസങ്ങളുണ്ടാവും. അത് തിരിച്ചറിയാൻ കഴിയുന്നവരായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവ്. അദ്ദേഹം കോഴിക്കോട്ടെ കടപ്പുറത്തെ ഹിന്ദു സ്ത്രീകളെ ഈ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അല്ലെ? അന്ന് മുസ്ലിം ലീഗിന്റെ അബ്ദുറഹ്മാൻ കല്ലായി എന്ന തമ്മാടി ജീവിച്ചിരിക്കാത്തത് കൊണ്ട് അതിനെ വ്യഭിചാരം എന്ന പേര് വിളിച്ചില്ല. RSS ഇല്ലാത്തത് കൊണ്ട് അതിനെ ലവ് ജിഹാദി എന്നും അന്ന് വിളിച്ചില്ല. അവർക്ക് മക്കളുണ്ടായി. അത്ഭുതപ്പെടേണ്ട. നമ്മുടെ വഴിയുണ്ട്. 2 കണ്ണ്, 2 ചെവി, 2 കൈ, 2 കാല്, 1 മൂക്ക്, 1 വായ. ഇങ്ങനെ ഉണ്ടാവും. അതല്ലേ ഗുരുദേവൻ പറഞ്ഞത്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യൻ ഒരു ജാതിയാണ്, ആന മറ്റൊരു ജാതിയാണ്. അരിക്കൊമ്പനും പിടിയാനയും തമ്മിൽ ഇണ ചേർന്നാൽ ആനക്കുട്ടി ഉണ്ടാവും. പശുവും മൂരിയും തമ്മിൽ ഇണ ചേർന്നാൽ പശുക്കുട്ടി ഉണ്ടാവും. പട്ടിയും നായയും തമ്മിൽ ഇണ ചേർന്നാൽ നായക്കുട്ടി ഉണ്ടാവും. മനുഷ്യൻ തമ്മിൽ ഇണ ചേർന്നാൽ മനുഷ്യക്കുട്ടികളുണ്ടാവും. അവരുടെ പിന്തലമാക്കാർ ഇന്നും ജീവിക്കുന്നു. ഈ നാട്ടിൽ പവിത്രമായ ഈ നാടിന്റെ മതേതരം വിളിച്ചു പറയുന്നു. ഇല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ചൈനക്കാർ കൊണ്ടുവന്നൊരു സാധനം നമ്മുടെ വീട്ടിൽ ഇപ്പോഴുണ്ട്. സ്ത്രീകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാലറിയാം. ഇല്ലേ? നമ്മൾ ഈ മീൻ പൊരിക്കുന്ന പപ്പടമൊക്കെ കാച്ചുന്ന ഒരു പാത്രം എന്താ അതിന്റെ പേര്? ചീനച്ചട്ടി. എന്റെ നാട്ടിലൊക്കെ ചീഞ്ചട്ടി എന്നാ പറയാം. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. ചീഞ്ചട്ടി തന്നെ പറയാം. ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് മുമ്പിൽ നന്നാക്കി പറഞ്ഞതാ ചീനച്ചട്ടി. അത് നന്നായി. ചട്ടീന്റെ മുമ്പിൽ ഒരു രാജ്യത്തിന്റെ പേര് കൊണ്ട് എന്താണ്? ചീനച്ചട്ടി. ചൈനക്കാർ കൊണ്ടുവന്നാണ്. എന്റെ നാട്ടിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ലീഗാര മറുപടി അന്ന അലുമിനിയം കമ്പനി ഉണ്ടാക്കുന്ന ഇപ്പൊ ഉണ്ടാക്കുന്ന അന്ന അലുമിനിയം കമ്പനിയാണ് കൊണ്ടുവന്നത് ചൈനക്കാരാണ്. അപ്പൊ മാങ്ങ ഉപ്പിലിടാണ്. വലിയ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. മാങ്ങ ഉപ്പിലിടുന്ന ഭരണിന്റെ പേരെന്താണ്? ചീന ഭരണി. കൊച്ചിക്കാരില് ഒരു വരയുണ്ട്. നമ്മുടെ മാസ്കിന്റെ ഒക്കെ വരില്ല. മാസ്ക് ഇടുന്നില്ല. ആ മാസ്ക് രൂപത്തിൽ രാവിലെ കായലാർക്കും വൈകുന്നേരം വെക്കും. നല്ല മീൻ കിട്ടും. എന്തായാലും പേര് ചീനവല. ചൈനക്കാർ കൊണ്ടുവന്ന നമ്മുടെ നാട്ടിൽ വീണ്ടും ഗൾഫുകാർ വന്നപ്പോ വീണ്ടും പഠിപ്പുകൾ ഉണ്ടാകും. നിങ്ങൾ ചൈന പോയി നോക്ക്, അവിടെ പഠിപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കത്തിലുണ്ട്. അറബികളും ചൈനക്കാരും ഒക്കെ വന്നപ്പോ സാംസ്കാരിക വിനിമയം ഉണ്ടായി, വൈവാഹിക ബന്ധം ഉണ്ടായി, കച്ചവടം മുറക്ക് നടന്നു. ഇല്ലേ? ഈ കച്ചവടത്തെ കുറിച്ച് കേട്ടറിയാണ് ആര്? ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും. കോളേജിൽ ചരിത്രം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം. പിന്നെ യൂറോപ്പിലെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോ നാടൻ പഞ്ചായത്ത് പറഞ്ഞ് നിർത്താൻ എങ്ങനെ 2 കപ്പിൽ കുരുമുളക് കൊടുക്കുന്നുണ്ട്. അത്രയും വില പിടിച്ച സാധനം. കറുത്ത പൊന്ന് അത് ഈ കേരളത്തിലുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും വന്നത്. പോർട്ടീസുകാരനായ വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയത് എന്റെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. മൂപ്പർ വന്നതൊരു വൈകുന്നേരം. വന്ന ദിവസം തന്നെ ഒരു കുരുത്തക്കേടുണ്ടായിരുന്നു. ഭയമക്കാർ പറഞ്ഞേക്കാം. വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ വീട്ടിൽ ചായക്ക് കടിയൊന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ ബേക്കറിയിലേക്ക് ആളും. അന്ന് ബേക്കറിയില്ല. സാമൂതിരി രാജാവ് എന്ത് ചെയ്തു? വാസ്കോ ഡ ഗാമയെ നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. മൈസൂർ പായം, നേന്ത്രപ്പായം, പൂവമ്പായം, ചക്കച്ചവ ഒക്കെ വെച്ചു. സാമൂതിരി ഇതൊക്കെ കൊണ്ടുവച്ചപ്പോ വാസ്കോ ഡ ഗാമ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. മൂപ്പർക്ക് എങ്ങനെ കൈക്കടിയെന്നാണ്. അപ്പൊ സാമൂതിരി രാജാവ് ഒരു മൈസൂർ പായം എടുത്ത് ഒരിയൊക്കെ കളഞ്ഞു ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെയാണ് തിന്നാൻ. കഷ്ടകാലത്തിന് വാസ്കോ ഡ ഗാമ എടുത്തത് ചക്കപ്പുള. ബാക്കികൾ ആലോചിച്ചു. നന്നായി പറഞ്ഞത് വാസ്കോ ഡ ഗാമ വന്നു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു. പക്ഷേ അവരിവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം അവരിങ്ങനെ ആലോചിച്ചു. കുരുമുളക്, മിഞ്ചിയും പിന്നെ വീട്ടിയും കേക്കും നിലമ്പൂരിൽ എത്രയോ കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റൈഫാളാണ്. രാജറാണി ഇവിടെ നിലമ്പൂരിലേക്ക് പോണ തീവണ്ടിയുണ്ട്. ആര് നിലമ്പൂരിൽ തിരുവനന്തപുരത്തേക്ക് വന്ന് അവിടുന്ന് വീട്ടിയും കേക്കും നടത്താൻ വേണ്ടിയിട്ടില്ല. അപ്പോ ഈ നാട്ടിലെ കച്ചവടത്തിന് വന്നാൽ അവരെന്തെങ്കിലും ഇവിടെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ സാധനം കൊണ്ടുവരണം. അവരാലോചിച്ചു ഈ നാട് എന്നെ സ്വന്തമാക്കിയാലോ. പരശുരാമൻ വഴി വരുന്നിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവര് വരുന്ന കാലത്ത് കേരളമില്ല. തിരുവിതാംകൂർ വരെ, തിരുക്കൊച്ചി വരെ, മലബാർ വരെ, കണ്ണൂർ വരെ വ്യത്യസ്ത രാജാക്കന്മാർ. ഇവർ തമ്മിൽ അനങ്ങിയ യുദ്ധം, തുമ്മിയ യുദ്ധം. അന്ന് ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും ചെയ്യും ആയുധ കച്ചവടം നടത്തും. അന്നുണ്ട്. അതാണല്ലോ ലോകത്തെ യുദ്ധം അവസാനിക്കാത്തത്. അമേരിക്കയുടെ സാമ്പത്തിക വരുമാനത്തിന്റെ 31% എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടമാണ്. ലോകത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും അന്നുണ്ട് ആയുധ കച്ചവടം. അവർ ആയുധ കച്ചവടം നടത്തി മെല്ലെ മെല്ലെ യുദ്ധത്തിൽ കയറാൻ തുടങ്ങി. പിന്നെ അവർ നേരിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അനന്തപുരിയിലെ മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ചു, വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ചു, കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു, കോഴിക്കോട് വന്ന് സാമൂതിരിയെ തോൽപ്പിച്ചു, വയനാട് മലമടക്കിലേക്ക് കയറി പഴശ്ശിയെ തോൽപ്പിച്ചു, മൈസൂരിലേക്ക് കടന്ന് ടിപ്പുവിനെ തോൽപ്പിച്ചു, ഹൈദരലിയെ തോൽപ്പിച്ചു, ഡക്കാൻ പീഠഭൂമിയിലേക്ക് പോയി ഛത്രപതി ശിവജിയെ തോൽപ്പിച്ചു, ഝാൻസി റാണിയെ തോൽപ്പിച്ചു, റാണി ചന്ദ്രബായിയെ തോൽപ്പിച്ചു, മുഗളന്മാരെ തോൽപ്പിച്ചു. ഇന്ത്യ പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. നമ്മൾ അവരുടെ അടിമകളായി. ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ ചെയ്തു. ഒരു യുദ്ധവും നമ്മൾ ജയിച്ചില്ല. പക്ഷേ ഒരു യുദ്ധം നമ്മൾ ജയിച്ചു. ഏതാണ് യുദ്ധം? 1857 സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർ ശിപായി വേള എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ സമരം നമ്മൾ ജയിച്ചു.
ആരാ സമരത്തിന്റെ നേതൃത്വത്തിലുള്ളത്? ഗാന്ധിയ ടോപ്പിയുണ്ട്, റാണി ചന്ദ്രബായി ഉണ്ട്, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ ഉണ്ട്, ബ്രിട്ടീഷ് പട്ടാളക്കാരിലെ ഇന്ത്യക്കാരായ സിപായിമാരുണ്ട്. ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ നമ്മൾ പിടിച്ചടക്കി. അവരെന്ത് ചെയ്തു? ഡൽഹിയുടെ ഭരണം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഏൽപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്നാൽ നമ്മൾ തോൽക്കും. ആരായി നമ്മൾ? ബ്രിട്ടീഷുകാർ. ആരാണ് അവർ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഞാൻ ഈ സംസാരിക്കുന്ന വായ്പയിൽ സൂര്യൻ അസ്തമിച്ച് സമയം 7 മണി കഴിഞ്ഞു. നിങ്ങൾ ഇരിക്കുന്ന ഭൂമി ഒന്ന് തുറന്നു നോക്ക്. യന്ത്രമാണെങ്കിൽ എന്റെ നാട്ടിൽ നേരെ വയനാട് മല ചുരമില്ലാതെ ഞങ്ങൾ എന്റെ നിയോജകമണ്ഡലത്തിൽ നിന്ന്, തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നിന്ന് ആരിക്കാമ്പയിൽ, കള്ളാടി, മേപ്പാടി, തുരങ്കപാത, ആ തുരങ്കപാത ഉണ്ടാക്കാൻ പോകണം. ആ തുരങ്കപാത തുറക്കുന്ന സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ തുറന്നു നോക്ക്. ഉരുണ്ട ഭൂമിയാണ്. മറുഭാഗത്തെത്തും. മറുഭാഗത്തേതാ രാജ്യം? അമേരിക്ക. അമേരിക്കയിൽ ഇപ്പൊ സമയത്തിലാണ് നേരെ വെളുത്ത് 7:30 മണിയായി. ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോ അവിടെ സൂര്യൻ ഉദിക്കും. ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. അവരുടെ ലോകത്ത് സൂര്യൻ അസ്തമിക്കില്ല. സർവായുധ വിഭൂഷിത എല്ലാ ആയുധങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. അവരാലോചിച്ചു ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ എന്ത് ആയുധം പ്രയോഗിക്കണം. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരു ആശയം ആയുധമായി കടന്നു വന്നത്. നയാ പൈസ മുടക്കില്ല. വൈക്കോൽ കൂലിയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി വരുതിയിടുന്നത് പോലെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി, സ്വയം ആളിക്കത്തി നശിക്കും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക. എൻറോൾ വിഭജിച്ച് ഭരിക്കുക. ഇന്ത്യയിൽ വളരെ എളുപ്പം. എന്താ കാരണം? ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരനെ വിഭജിച്ച് നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു ബ്രിട്ടീഷുകാർ. പല സമരങ്ങളും നമ്മൾ നടത്തി. ആ സമരങ്ങളൊക്കെ കുറിച്ച് പറയാൻ എന്റെ ട്രെയിൻ പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒറ്റ സമരം മാത്രം സന്ദർഭമായി സൂചിപ്പിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. എന്താ കാരണം? ഇന്ത്യക്ക് ചുറ്റും 3 കടലുകൾ, അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും. ഇന്ത്യയുടെ തീരങ്ങളെ തഴുകിത്തലോടി കടലിന്റെ തിരമാലകൾ തിരിച്ചു പോകുമ്പോ അതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളമെടുത്ത് ആറ്റിക്കുറുക്കി ഉപ്പാക്കാൻ ഇന്ത്യക്കാരന് അവകാശമില്ല. പക്ഷേ ഉപ്പിന് നികുതി കൊടുക്കണം. ഗാന്ധി ഉപ്പിനെ ആയുധമാക്കി. ഈ കേരളത്തിലടക്കം വലിയ സമരം നടന്നു. കോഴിക്കോട് കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുക. ആ സമരത്തിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച ഒരു ചെറുപ്പക്കാരുണ്ട്. പോലീസ് അടിച്ചു വീഴ്ത്തിയപ്പോഴും ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയർത്തി. 2 പോലീസുകാർ 2 രാത്രി വെച്ച് കഴുത്തിൽ ഞെരിച്ചമർത്തിയപ്പോഴും ഇന്ത്യയുടെ ദേശീയ പതാക വിട്ടുകൊടുക്കാതെ ഇന്ത്യക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആ മനുഷ്യന്റെ പേര് സഖാവ് കൃഷ്ണപിള്ളാമ, കമ്മ്യൂണിസ്റ്റുകാരൻ, കോഴിക്കോട് കടപ്പുറത്ത്. ഞാനതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അപ്പോ ഗാന്ധി ഉപ്പ് സത്യാഗ്രഹം എവിടുന്ന? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 172 കിലോമീറ്റർ ദൂരെയുള്ള ഹിന്ദി കടപ്പുറത്തേക്ക് കാൽനട ജാഥ. അപ്പൊ നിങ്ങൾ ഈ അങ്ങാടിയിൽ ധാര നടത്തിയാൽ സിന്ദാബാദ് വിളിക്കും. ഈ അങ്ങാടിയിൽ നിന്ന് എറണാകുളത്തേക്കാണ് ദീർഘദൂര സമരയാത്രയെങ്കിൽ പാട്ടുപാടും മനുഷ്യനാവണം. മനോഹരമായ വിപ്ലവ ഗാനങ്ങൾ ഇതുപോലെയുള്ള ദീർഘദൂര യാത്രകളിൽ ഉണ്ടാവും. ഗാന്ധി അന്നൊരു പാട്ടുപാടി. രാമഭക്തനായ ലക്ഷ്മണാചാര്യയുടെ വരികൾ നിങ്ങൾക്കറിയാ വരികൾ. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. രാമനെയും സീതയും പുകഴ്ത്തിക്കൊണ്ട് ഗാന്ധി ആ പാട്ട് പാടിയപ്പോ പുറകിലുള്ള ഒരു മുസൽമാനും ഗാന്ധിയോട് പറഞ്ഞില്ല അങ്ങനെ പാടരുതെന്ന്. അവരത് ഏറ്റുപാടി. അതായിരുന്നു ഇന്ത്യ. 4-5 വരികൾ പിന്നിട്ടപ്പോ ലക്ഷ്മണാചാര്യ എഴുതാത്ത വരികൾ അതേ ഈണത്തിൽ ഗാന്ധി പാടി. നിങ്ങൾക്കറിയാം വരികൾ. ഈശ്വര തേരേ നാം സബ്കോ സബ്മരിയേ ഭഗവാൻ. ഈശ്വരനും അള്ളയും എല്ലാം ഒന്നാ. പുറകിലുള്ള ഒരു ഹിന്ദു ഗാന്ധിയോട് പറഞ്ഞില്ല അങ്ങനെ പാടരുതെന്ന്. അവരത് ഏറ്റുപാടി. അതായിരുന്നു ഇന്ത്യ. അങ്ങനെ പ്രൗഢോക്ഷരമായ ഒരുപാട് പോരാട്ടങ്ങളുടെ ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ, ഭഗത് സിംഗ് അടക്കമുള്ളവരുടെ, നേതാജി അടക്കമുള്ളവരുടെ സായുധ യുദ്ധത്തിലൂടെ, പല യുദ്ധങ്ങളിലൂടെ ഇന്ത്യ സ്വതന്ത്രമായി 1947 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുകയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 10,000-കണക്കിന് ആളുകൾ അവിടെയുണ്ട്. ടെലിവിഷൻ ഉണ്ടെന്നും കേരളത്തിലില്ലാതെ ലോകത്തുണ്ട്. ടെലിവിഷൻ ചാനലിലൂടെ പലരും ആ കാഴ്ച കാണുന്നു. പക്ഷെ അവരിങ്ങനെ നോക്കി. ആ പതാക ഉയർത്തുന്ന കൊടിമരത്തിന് ചുവട്ടിൽ ഒരു മനുഷ്യനില്ല. ആ പതാക ഉയർത്തുന്ന വേദിയുടെ മുകളിൽ ഒരു മനുഷ്യനില്ല. ആരാണ് അയാൾ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. എവിടെയാണ് അയാൾ? ബംഗാളിന്റെ മണ്ണിൽ. എന്താണ് അവിടെ ജോലി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ വർഗീയ കലാപം ആളി കത്തിയ കൽക്കട്ട രക്തപ്പുഴയിൽ ഒഴുകുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു ആ ബംഗാളിന്റെ മണ്ണിൽ. സാന്ദർഭികമായി പറയുന്ന സഖാക്കളെ, ആ ബംഗാള് 34 കൊല്ലം ഭരിച്ചു LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 34 കൊല്ലം. ആ 34 കൊല്ലത്തിനുള്ളിൽ ബംഗാളിന്റെ മണ്ണിൽ ഒരു കലാപുണ്ടായോ? ഞങ്ങൾ എതിർക്കുന്നവർ പറ. കോൺഗ്രസും ലീഗും അടക്കമുള്ളവർ പറ. ഒരു കലാപുണ്ടായോ ബംഗാളിന്റെ മണ്ണിൽ? ഇടതുപക്ഷം തോറ്റു. മമത ഭരിക്കുന്ന ബംഗാളിന് മത്സരിക്കുക മഹാരാഷ്ട്രയോട്, മധ്യപ്രദേശിനോട്, ഗുജറാത്തിനോട്, രാജസ്ഥാനോട്. എന്തിനാ? വർഗീയ കലാപത്തിൽ 5ാം സ്ഥാനത്തിന് വേണ്ടി. കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ വിലയറി. പട്ടേൽ പറഞ്ഞു മഹാത്മജിയോട് അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിജുംബിക്കൊണ്ട് പറഞ്ഞു മഹാത്മാവേ അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരിയിൽ. ഗാന്ധി എന്താ പറഞ്ഞത്? ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് വിരിയട്ടെ, ആഘോഷങ്ങൾ നടക്കട്ടെ, എനിക്കിത്തിരി ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരും ഡൽഹിയിലേക്ക്. ഗാന്ധി മടങ്ങി വന്നു ഡൽഹിയിലേക്ക്. നേരെ പോയൊരു പാർലമെന്റ് മന്ദിരത്തിലേക്കല്ല, ബിർള മന്ദിരത്തിലേക്ക്. എന്തിനാണ്? ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തനായ ഗാന്ധി തന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ അടുത്തേക്ക് നടന്നു പോകാൻ, തന്റെ പരാതികൾ പറയാൻ, തന്റെ പരിഭവങ്ങളെ പറയാൻ, ഇതിന് പരിഹാരം ആവശ്യപ്പെടാൻ.
അവിടേക്ക് നടന്നു പോകുമ്പോഴാണ് നാഥുറാം വിനായക് ഗോഡ്സെ വരുന്നത്. ഏത് ആശയത്തിന്റെ പിൻബലത്തിൽ പറയണോ ഇന്ത്യയിൽ വർത്തമാനകാല ഇന്ത്യയോട് പറയണോ ഏത് ആശയത്തിന്റെ പിൻശക്തിയോടുകൂടിയാണ് നാഥുറാം വിനായക് ഗോഡ്സെ കടന്നു വന്നത്? നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയായി ആദ്യം വന്നപ്പോൾ ചെയ്തെന്താ? മുട്ടുകുത്തി നമസ്കരിച്ചു പാർലമെന്റിന്റെ പട്ടികെട്ടുകളെ. എന്നതുപോലെ മഹാത്മജിയുടെ തൃപ്പാദങ്ങളിൽ മുട്ടുകുത്തി നമസ്കരിച്ചു, ചുംബിച്ചു ആര്? നാഥുറാം വിനായക് ഗോഡ്സെ. എന്നിട്ട് എണീക്കുന്നു. അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ എടുത്ത് അർദ്ധനഗ്നനായ ഫക്കീറിന്റെ തിരുമാറിലേക്ക് വെടിവെക്കുമ്പോ മറുകൈ ആകാശത്തേക്ക് ഉയർത്തി നാഥുറാം വിനായക് ഗോഡ്സെ ഉറക്കെ വിളിച്ചെന്താറിയോ? ജയ് ശ്രീരാം. അർദ്ധനഗ്നനായ ഫക്കീറിന്റെ തിരുമാറി കുറച്ച് വെടിയുണ്ട കടന്നുപോയി ചോര ചിറ്റി മന്ദിരത്തിന്റെ മുറ്റത്ത് പടഞ്ഞു വീണ് മരിക്കുമ്പോ തന്റെ അവസാനത്തെ ശ്വാസവും നഷ്ടപ്പെടുമ്പോ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ വന്ധ്യവയോധികൻ അവസാനമായി പുരുവിട്ടെന്താറിയോ? ഏ റാം, ഏ റാം, എന്റെ രാമ, എന്റെ രാമ. നിലവിളിക്കുക ഗാന്ധി. എന്റെ അങ്ങനെ നിലവിളിക്കാൻ? ഗാന്ധി രാമഭക്തനാണ്, ദൈവവിശ്വാസിയാണ്, തന്റെ ദൈവം രാമനാണ്. നാം മരിക്കാൻ പോവാണ്. മരിച്ചാൽ ദൈവസന്നിധിയിലേക്കാണ് യാത്ര. ആ ദൈവസന്നിധിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം വിളിക്കുകയാണ് രാമ രാമ രാമ. ഒരു മുസ്ലിം മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ അടുത്തേക്കാണ് യാത്ര, പടച്ചവന്റെ അടുത്തേക്കാണ് യാത്ര. അതുകൊണ്ട് അവനെ വിളിക്കും. ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അവന്റെ ദൈവനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നത്. എന്താ കാരണം? ദൈവത്തിലേക്കാണ് യാത്ര എന്ന വ്യക്തമായ ബോധ്യത്തിൽ രാമഭക്തനായ ഗാന്ധി രാമരാമ എന്ന് പെരുവിറക്കുമ്പോ മറുഭാഗത്തുള്ള നാഥുറാം വിനായക് ഗോഡ്സെ വിളിച്ചെന്താ? ജയ് ശ്രീരാം. ശ്രീരാമൻ ജയിക്കട്ടെ. എന്താ ഗോഡ്സെന്റെ അഭിപ്രായം? അദ്ദേഹത്തിന്റെ അഭിപ്രായം, ആ ചിന്താഗതിക്കാരുടെ അഭിപ്രായം രാമനെ സംരക്ഷിക്കാൻ നമ്മൾ ആയുധമെടുത്ത് പോരാടണം. ഇല്ലേ? എറണാകുളത്തെ മഹാരാജാസിന്റെ മുറ്റത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന്റെ നെഞ്ചത്ത് കത്തികീറ്റിയ SDPയുടെ തമ്മാടിക്കൂട്ടങ്ങളുണ്ടോ ഈ നാട്ടിൽ? അവരെന്താണ് മറുഭാഗത്തുള്ളവനെ കൊല്ലുമ്പോൾ വിളിക്കുന്നത്? പോലും തക്ബീർ, അല്ലാഹു അക്ബർ. എന്താ അഭിപ്രായം? അള്ളാനെ സംരക്ഷിക്കാൻ നമ്മൾ ആയുധമെടുത്ത് കാവലിക്കണം. ഈ രണ്ടു കൂട്ടരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. സൃഷ്ടിക്കുന്ന ദൈവമാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യനും വളർന്നിട്ടില്ല. ദൈവമാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാടാൻ ഒരു ദൈവവും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. ഇനി എന്തിനാണ് വീട് ചോദിച്ചു വരുന്നവരോട് രാമരാമ ഒമ്പൊഴി ഇല്ലേ? ഭക്ഷണം ചോദിക്കുന്നവരോട് രാമരാമ. നമുക്ക് രാമരാജ്യം ഉണ്ടാക്കണം. ഏത് രാമരാജ്യം? ഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യം എന്താണോ? അല്ല, മതത്തിന്റെ പേരിലുള്ള രാമരാജ്യം അല്ല കണ്ടിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ നാട്ടിൽ നിങ്ങൾ നോക്ക്, മതത്തിന്റെ പേരിൽ ഗാന്ധിയെ കൊന്നവർ, മതത്തിന്റെ പേരിൽ കൊന്നവർ, അതേ മതത്തിൽപ്പെട്ടവർ അവർ ഈ നാട് ഭരിക്കുക ഇല്ലേ? നിങ്ങൾ നോക്കുക, ആ നാടിന്റെ അവസ്ഥയാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുള്ളത്. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യം 111ാമത്തെ അവസ്ഥയിൽ നാണം കെട്ടി നിൽക്കുക. അപ്പൊ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താ? ഈ കേരളം നിങ്ങൾ നോക്ക്, കണക്കെടുത്ത് പരിശോധിക്ക്. ഈ കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം എത്രയാ? 60,066 അല്ലേ? നവകേരള സദസ്സിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞെന്താ? ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് അത് അവസാനിപ്പിക്കും. ദാരിദ്ര്യം, അതിദരിദ്രരായ മനുഷ്യർ ഈ കേരളത്തിൽ ഉണ്ടാവില്ല. അല്ലേ? കേരളം മത്സരിക്കുന്ന ആരോടാ? ലോകത്തോടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ആഫ്രിക്കയിലെ കുട്ടികൾ വലിയ തലയുള്ള മെലിഞ്ഞൊട്ടിയ കൈകാലുകളുള്ള കഴുകൻ കൊത്താൻ വരുന്ന ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? അങ്ങനെ പോഷകമില്ലാതെ വളരുന്ന കുട്ടികളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന നാടിന്റെ പേര് ഇന്ത്യ. പക്ഷേ ഈ ഇന്ത്യയിൽ, കേരളത്തിൽ ശിശു മരണ നിരക്ക് നമ്മൾ മത്സരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളോടല്ല, നമ്മൾ ലോകത്തോടാണ്. സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നാടിന്റെ പേര് കേരളമാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സകല മേഖലയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നാടിന്റെ പേര് കേരളം എന്നാണ്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ അല്ലേ? നമ്മൾ അന്തസ്സോടെ അഭിമാനത്തോടെ നെഞ്ചുയർത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പിണറായി വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് പേര്? നിങ്ങൾക്ക് ചെത്തുകാരൻ കോരന്റെ മകൻ വിജയൻ. അതേടോ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെത്തുകാരന്റെ മകനാ. ഞങ്ങൾക്ക് അഭിമാനാണ്. ചെത്തുന്ന തൊഴിലെടുക്കുന്ന തൊഴിലാളിയുടെ മകനാ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. എന്തെങ്കിലും കയ്യിൽ മോശം തോന്നുന്നുണ്ടോ? മോശം തോന്നുന്നുണ്ടോ? ചെത്ത് വലിയ മോശമാണ്. ഈ അടുത്ത കാലത്ത് ഈ തെങ്ങിൽ നിന്നും പനയിൽ നിന്നും ചെത്തിയെടുക്കുന്ന മൂക്കാത്ത കല്ലിന് വിറ്റാമിൻ എന്ന് ജയരാജൻ എന്ന് പറഞ്ഞു. LDF കൺവീനർ EP ജയരാജൻ. എന്താ ലീഗും കോൺഗ്രസും ഒക്കെ ജയരാജനൊക്കെ വിളിക്കുന്ന പേര്? വിറ്റാമിൻ ജയരാജൻ. വിറ്റാമിൻ ജയരാജൻ. ലീഗാരുണ്ടോ സഖാവ് ഈ നാട്ടിൽ? ഉണ്ടോ ലീഗ്? ഉണ്ടെങ്കിൽ ലീഗാർ മനസ്സിലാക്കിക്കോ, കോൺഗ്രസിനെ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ UDFന്റെ ഭരണകാലത്ത് മൂക്കാത്ത കള്ള് തെങ്ങിൽ നിന്ന് ചെത്തിയെടുത്ത് കുപ്പിയിലാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ട്. നീര പേരെ കൂടെ കാണപ്പെടാം. നീര മനസ്സിലാക്കി. ഈ നീര ചത്താൻ വേണ്ടി തെങ്ങിനും പനയിലും കയറുന്നവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഞാൻ വരുന്നത് എന്റെ നാട് കോഴിക്കോടില്ല. കോഴിക്കോടിന്റെ ഒരു ഭാഗത്ത് എന്റെ കൊടിയത്തൂർ പഞ്ചായത്തിന്റെ ഒരു ഭാഗം ചാലിയാർപ്പുഴ, അതിനപ്പുറം മലപ്പുറം ജില്ല, അതിന് ഇങ്ങേയറ്റത്തുള്ള പഞ്ചായത്തിന്റെ പേര് വായക്കാട്. വായക്കാട് പഞ്ചായത്തിന്റെ ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന നാടിന്റെ പേര് മപ്പറം. ആ മപ്പുറത്താണ് ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു. എന്തിന്? ഈ മൂക്കാത്ത കല്ല് ചെത്താൻ തെങ്ങിലും പനയിലും ഒക്കെ കാണാൻ. പക്ഷെ ഓരോ പേരെന്താണ്? ചെത്തുകാരനല്ല, പേര് ഇംഗ്ലീഷിലാക്കി നീര ടെക്നീഷ്യൻസ്. അതിന്റെ ആദ്യത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാന്നറിയോ? ഈ കാരന്റെ നന്നായി കേട്ടോ. അന്നത്തെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. നാട്ടുകളായി പെരുമാറാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകില്ല, ബെനിഫിപ്പാവും. അതുകൊണ്ട് ചിത്രവും വീഡിയോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടേ പോകും.
തങ്ങള് ചെത്തിന കത്തിയും വീടിന് എല്ലും കണ്ടും കൊടുത്തിട്ട് വീടാണ് മനസ്സിലായി. വീടിന് അത് രണ്ടും കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം ഇവിടെ കൊടുത്തിട്ടേ പോകും. ഒരു വീഡിയോ കൂടി തരും സിബ് ഏത് ഈ നീല സിബ് ചെയ്ത് മുപ്പ ഇങ്ങനെ കുടിക്കുന്നതിന്റെ വീഡിയോ കൊടുത്തിട്ട് പോകും. നാസുകളായി വരുമ്പോൾ പറഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ ചെത്തുകാരൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തലേക്കണ്ട. പിന്നെ നിങ്ങളുടെ അടുത്ത വിഷയം എന്താണ്? നിങ്ങളുടെ അടുത്ത വിഷയം കോരനാണ്. കോരൻ ആ പേരാണ് നിങ്ങളുടെ പ്രശ്നം ഇല്ലേ? പിണറായിയുടെ അച്ഛൻ്റെ പേരാ കോരന്. കോരന്റെ അച്ഛന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. ആ മക്കൾക്കുണ്ടായപ്പോ കോരന്റെ അച്ഛന്റെ നാവിൻ മുമ്പത്ത് ഒരുപാട് പേരുകൾ ഇങ്ങനെ തത്തിക്കളിച്ചു. തന്റെ മകനെ വിളിക്കാൻ നല്ല നല്ല പേര് നാട്ടിലുണ്ട്. വിളിക്കാൻ പറ്റൂല. എന്താ കാരണം? അതിന്റെ കാരണം അറിയാൻ നിങ്ങൾ അന്വേഷിച്ച്. ഈ നാട്ടിൽ താണജാതിക്കാർ ഇവർ പറയുന്നിട്ടല്ല അവരുടെ തത്വസംഹിത, RSSന്റെ തത്വസംഹിത. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവർ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രനേക്കാൾ തലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പറയും പുലയിൽ എന്നാ പേര് പറയൂ, അറിയാൻ പറ്റില്ല. പകലിന്റെ വെളിച്ചത്തിൽ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. പഴയ തലമുറ ഉണ്ടാവും നാട്ടിൽ. ഒരുപാട് കാലത്തിനപ്പുറമല്ല. പകലിന്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അവരിറങ്ങി വരുന്ന വഴിയിൽ ചത്ത പശുവിനേടും ചത്ത പട്ടിയേടും അത് തിന്നോളണം. പകലിറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. അവർക്ക് നേരിടുന്നത് പോകട്ടെ പ്രിയപ്പെട്ടവര്, കല്യാണം കഴിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. കല്യാണപ്രായാല് തമ്പുരാന്റെ അടുത്തേക്ക് പോകണം, അയിത്ത ദൂരത്ത് നിൽക്കണം, എന്നിട്ട് വാതൊത്തണം, മുരടനക്കണം. തമ്പ്ര ജോലിക്ക് എന്തേ പോകുന്നു? എനിക്ക് കല്യാണപ്രായം അയക്കുന്നു. എവിടെ നിന്നാണോ? ഇന്ന ദേശത്ത് നിന്നാണ്. എന്തേ പോകുന്നു? തമ്പ്രാൻ ഒരു നാളെ നിശ്ചയിച്ചു തരണം. തമ്പ്രാൻ ഇങ്ങനെ ഹരിക്കാണ് കുടിക്കുകയാണ്. എന്ത് കാരണം? എന്ത് ഗുണം? വായി തോന്നിയ ഒരു നാളെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ നാളെ കേട്ട് അവനിങ്ങനെ തിരിച്ച് നടക്കാൻ നടക്കുന്ന തമ്പ്രം പറയും, അവിടെ നിൽക്കുക. എന്നിട്ടൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? ആചാരപൂർണ്ണല്ലേ? എന്താ ആചാരം നിങ്ങൾക്ക്? എന്താ ആചാരം നിങ്ങൾക്ക്? അവൻ കല്യാണം കഴിച്ചാൽ അവന്റെ ഭാര്യ ആദ്യ രാത്രിയിൽ കിടന്നുറങ്ങേണ്ടത് പ്രിയപ്പെട്ട മാരന്റെ മാറിയിൽ തല കഴിച്ചല്ല, ഈ തമ്പുരാന് കാഴ്ചവെക്കണം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആദ്യ രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തമ്പുരാന്റെ മുടിയിലാക്കി അവനിങ്ങനെ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോ വിശന്നു വലിഞ്ഞ ചെന്നായെ പോലെ തമ്പ്രാൻ അവളെ കടിച്ചു കൊല്ലുമ്പോ ഒരാട്ടിൻകുട്ടിയെ പോലെ അവൾ ആർത്തു നിലവിളിക്കുമ്പോ തന്റെ രണ്ട് ചൂണ്ടാണി വിരലുകളും ചെവിയിലേക്ക് തിരികെ കയറ്റി മണ്ണിൽ കമീന്ന് കിടന്ന് മണ്ണ് കടിച്ചു തിന്ന് തലമുറ ജീവിച്ച മണ്ണാണ് ഈ കേരളം. നന്നായി മനസ്സിലാക്കിക്കോ. അതായി കേരളം. മാറ്റിയതാണ്, മാറിയതല്ല. ഒരുതി മാറ്റിയതാണ് ഇന്നത്തെ കേരളത്തിലേക്ക്. എന്റെ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു ഞാൻ. തൊട്ടടുത്ത ഗ്രാമത്തിന്റെ പേര് കെട്ടി ഞെട്ടിത്തരിച്ചു പോയി ഞാൻ. ആ ഗ്രാമത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക്? മുലച്ചിപ്പറമ്പ്. എങ്ങനെയാ പേരുണ്ടായെന്ന് നിങ്ങൾക്ക്? പഴയ കാലത്ത് താണജാതിക്കാരെന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെട്ടിരുന്ന സ്ത്രീകൾ പ്രസവിച്ചാൽ സ്വന്തം കുഞ്ഞിനെ മലയൂട്ടാൻ പറ്റൂല. പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ മലയൂട്ടണമെങ്കിൽ ഈ ജന്മിത്തമ്പരാക്കന്മാർക്ക് മുല നികുതി കൊടുക്കണം. വിശ്വസിക്കോ? വർത്തമാനകാലത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന പുതിയ തലമുറ, നിങ്ങൾ അന്വേഷിക്കാൻ നാട്ടിൽ ഇന്നുണ്ട നാട്. ആ ഗ്രാമത്തിലെ നങ്ങേലിപ്പെണ്ണ് പ്രസവിച്ചപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്നു. എന്തിനാ വന്നത്? മുല നികുതി വിധിപ്പിക്കാൻ. ആ നങ്ങേലിപ്പെണ്ണിന്റെ കയ്യിൽ എവിടെയുണ്ട് കൊടുക്കാൻ? അവരുടെ കയ്യിൽ അവരുടെ ആയുധമുണ്ട്, പണിയായുധം, അരിവാള്. അവൾ അരിവാൾ എടുത്തു വന്നിട്ട് എന്താ ചെയ്തറിയോ? തന്റെ രണ്ട് മുല എഴുതിയിട്ട് ഈ കുണ്ടകളുടെ മുമ്പിലേക്ക് ചേമ്പിലായി വെച്ചു കൊടുത്തു. തമ്പുരാന്റെ കിങ്കരന്മാരുടെ മുമ്പിലേക്ക് ചോര വാർന്ന് പിടഞ്ഞു വീണ് മരിച്ചു ആ മണ്ണിൽ. സ്വന്തം കുട്ടികൾ കമ്മിഞ്ഞ പാൽ കൊടുക്കുന്ന അമ്മമാരെ ഓർത്തോ? ഒരു നേടിയ അവകാശം, മുല കുടിക്കാനുള്ള അവകാശം അല്ലേ? ആ ഗ്രാമത്തിന്റെ പേര് മുലച്ചിപ്പറമ്പ്. നാടെങ്ങനെയാ? നിങ്ങൾ പോയി നോക്ക്. 5 കൊല്ലം മുമ്പ് വരെ ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിൽ നിന്ന് ആ ഗ്രാമത്തിലേക്ക് തിരിയുന്ന ജംഗ്ഷന്റെ പേരെന്തായിരുന്നു അറിയോ? മനോരമ ജംഗ്ഷൻ. ഇന്ന് പോയി നോക്ക്. സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ആ ജംഗ്ഷന്റെ പേര് നങ്ങേലി ജംഗ്ഷൻ. നങ്ങേലി ജംഗ്ഷൻ. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി നോക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ നിയമസഭയിലേക്ക് പോകുമ്പോ ഇടത്തെ ഭാഗത്തൊരു ഓഡിറ്റോറിയം കാണാം. എന്താ ഓഡിറ്റോറിയത്തിന്റെ പേരെന്തായിരുന്നു? BJP ആൾ ഇന്ത്യ രാജ്യത്തെ കട്ടുപിടിച്ചു കൊടുത്ത സകല സമ്പത്തുകളും വിദേശത്തെ കൊണ്ടുപോയ വിക്ടോറിയ രാജ്ഞിയുടെ നാമധേയത്തിലുള്ള ആ ഓഡിറ്റോറിയത്തിന്റെ പേരെന്തായോ? അയ്യങ്കാളി ഓഡിറ്റോറിയം. അയ്യങ്കാളി ഓഡിറ്റോറിയം. കണ്ടിട്ടുണ്ട് ആരെങ്കിലും അയ്യങ്കാളിയെ? നമ്മൾ ജീവിച്ചിരിക്കുന്ന ആർക്കും കാണാൻ കഴിയില്ല. അത്ര മുമ്പ് മരിച്ചുപോയ അയ്യങ്കാളി. പക്ഷെ അയ്യങ്കാളിയെ നമ്മൾ കാണും. എവിടെയാണ്? DYFIയുടെ AIYFന്റെ ഒക്കെ സമ്മേളന നഗരിയുടെ പുറത്തു പോയി നോക്ക്. അവിടെ അയ്യങ്കാളിയുടെ ചിത്രമുണ്ട്. അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുണ്ട്. അവിടെ യേശുദേവന്റെ ചിത്രമുണ്ട്. അതെന്താ യേശുദേവന്റെ ചിത്രം? യേശുദേവൻ കമ്മ്യൂണിസ്റ്റാണ്? അല്ല. യേശുവിന്റെ കാലത്ത് അന്നത്തെ സമ്പന്ന വിഭാഗവും പൗരോഹിത്യ വിഭാഗം യേശുവിനെതിരെ കള്ളക്കേസുണ്ടാക്കി. ആ കേസ് വിചാരണ ചെയ്ത കോടതിയുടെ ജഡ്ജിയുടെ പേര് പിലാത്തോസ്. യേശുദേവൻ നിരപരാധിയായതുകൊണ്ട് വെറുതെ വിട്ടു. കോടതിയുടെ പടിക്കട്ട് ഇറങ്ങി പോകുന്ന യേശുദേവനെ തിരിച്ചു വിളിച്ചു പിലാത്തോസ്. എന്നിട്ടൊരു ചോദ്യം യേശുവിനോട്. എന്താ ചോദ്യം? എന്താണ് അങ്ങയുടെ ഉദ്ദേശം? ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളുടെ ചുമരുകളിൽ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം? അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും രാജ്യം വരേണമേ എന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്? എന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്? നെറ്റിയിലെ വിയർപ്പ് വെക്കുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. പ്രവാചകൻ പാടവരമ്പത്ത് കൂലി കൊടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവാചകന്റെ ചിത്രം വരച്ചാൽ വിവരമല്ല. അതുകൊണ്ട് അവർക്കത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മനസ്സിലായത്? അയ്യങ്കാളിയുടെ ചിത്രം നോക്ക്. എങ്ങനെയാ ചിത്രം? നെറ്റിയിൽ പൊട്ട്, തലയിൽ പട്ടുകൊണ്ട് കെട്ട്, കറുത്ത കോട്ട്. ഞാൻ 3 താവപ്പിച്ചതല്ല. മനസ്സിലായത്? നെറ്റിയിൽ പൊട്ട് തൊട്ട ആളുകൾ ഒരുപക്ഷെ എവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ നന്നായി മനസ്സിലാക്കിക്കോ. താളജാതിക്കാരന് നെറ്റിയിൽ പൊട്ട് തൊടാൻ അവകാശമില്ലാത്ത കാലത്ത് നെറ്റിയിൽ പൊട്ട് തൊട്ടവൻ പട്ടിക്ക് നടന്നു പോകുന്ന വഴിയിലൂടെ പട്ടികജാതിക്കാരനെ നടക്കാൻ കഴിയാതിരുന്നപ്പോ അതിലെ കോട്ടിട്ട് കറുത്ത ധിക്കാരത്തിന്റെ കാളവണ്ടിയിൽ കടന്നുപോയവൻ, താഴ്ന്ന ജാതിക്കാരന് പട്ട് കൈകൊണ്ട് തൊടാൻ കഴിയാത്ത കാലത്ത് പട്ടുകൊണ്ട് തലയെക്കെട്ട് കെട്ടിയവൻ അയ്യങ്കാളി.
പഞ്ചമി എന്ന 5 വയസ്സുകാരുടെ കൈപിടിച്ച് കലാലയത്തിൽ ചെന്നപ്പോ ഈ തമ്പുരാക്കന്മാർ ചോദിച്ചെന്താ അയ്യങ്കാളിയോട്? പഞ്ചമി സ്കൂളിൽ പഠിക്കുകയും ആര് കൊല്ലും ഞങ്ങളുടെ വയലേലുകൾ, ആര് നടക്കും ഞങ്ങളുടെ പത്തായപ്പുരകൾ? ചരിത്രത്തിലെ ആദ്യത്തെ സമരം പ്രഖ്യാപിച്ചു അയ്യങ്കാളി. ഡൽഹിയിലെ കർഷക സമരമല്ല ആദ്യത്തെ സമരം. അയ്യങ്കാളി പറഞ്ഞാൽ ഈ പഞ്ചമി പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലേലുകൾ ഞങ്ങൾ കൊയ്യൂല, നിങ്ങളുടെ പത്തായപ്പുരകൾ ഞങ്ങൾ നടക്കൂല. പിടിച്ചു നിന്നു തമ്പുരാക്കന്മാർ ഒരു കൊല്ലം. മോടി പിടിച്ചിരുന്ന പോലെ അവർക്ക് കുമ്പിട്ടിട്ട് പിന്നെ നാറ് കാണാൻ പറ്റുമോ? നെല്ല് കൊയ്യാൻ പറ്റുമോ? ഇല്ല. അവസാനം ഒരു കൊല്ലം കഴിയാനായപ്പോ പത്തായത്തിലെ നെല്ലിന്റെ അളവ് ഇങ്ങനെ താന്ന് അടിവെത്താൻ തുടങ്ങി. ഇന്ന് DYFI AIYF ഒക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം അന്ന് അവർക്ക് ഓർമ്മ വന്നു. എന്താണ് മുദ്രാവാക്യം? മതമല്ല പ്രശ്നം, എരിയുന്ന വയറാണ് പ്രശ്നം. അവര് കീഴടങ്ങി. പഞ്ചമി സ്കൂളിൽ കയറി. സഹിച്ചില്ല തമ്പുരാക്കന്മാർക്ക്. പഞ്ചമി ഇരുന്ന ബെഞ്ചിന് തീ വെച്ചു. ഇന്നുണ്ട് ആ സ്കൂളിൽ പാതി കത്തിയ ബെഞ്ച്. 5 കൊല്ലം മുമ്പ് അതേ സ്കൂളിലേക്ക് പഞ്ചമിയുടെ 5ാം തലമുറയിൽപ്പെട്ട ആദിയുടെ കൈപിടിച്ച് കടന്നു വന്നുകൊണ്ട് പ്രവേശനോത്സവം നടത്തിയ മനുഷ്യന്റെ പേര് സഖാബ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. കാലം ഒന്നിനും കണക്ക് തീർക്കാതെ കടന്നു പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടില് നമ്മൾ കണ്ടതാ ഇല്ലേ? ഭൂമിയിൽ അവകാശമില്ലാത്തവൻ തമ്പുരാന്റെ ഭൂമിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങി പോകേണ്ടവൻ. അങ്ങനെ ഗതികെട്ടി ഈ മണ്ണിൽ ജീവിച്ച മനുഷ്യർ വെറുതെയാ ജയിച്ചു വന്നത്? വെറുതെയല്ല. വായിച്ചില്ല ഞങ്ങൾ? തമ്പുരാന്റെ മണ്ണിൽ അടിയാനൊരു കുടിൽ കെട്ടി. കുടിലിന് അവകാശമില്ല. ആ കുടിലിന്റെ മുറ്റത്ത് അവനൊരു വായ നട്ടു. ആ വായ ഇങ്ങനെ വളർന്നു വരുമ്പോ അതിലൊരു വായക്കുല ഉണ്ടാകുമ്പോ അടിയാന്റെ കിടാവ് കരുമാടിക്കുട്ടൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുക. വായക്കുല നോക്കിയിട്ട് എന്തിനാ? വായക്കുല മൂത്ത് പഴുത്തിട്ട് വേണം ഒരു പഴമെടുത്ത് തിന്നാൻ. ആ വായക്കുല മൂത്ത് പഴുത്ത് വന്നപ്പോ തമ്പുരാന്റെ കിങ്കരന്മാർ വന്ന വായക്കുല വെട്ടിക്കൊണ്ടുപോയപ്പോ കണ്ണീരൊലിപ്പിച്ച അടിയാന്റെ കിടാവിന്റെ കഥ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങൾ പഠിച്ചു. ചങ്ങമ്പുഴയുടെ വായക്കുല കവിയെന്ന് പാടിയില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിവരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ആ പിന്മുറക്കാർ തെരുവിലിറങ്ങി. അവന്റെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു. ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി വളർന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചെങ്കൊടി. ഈ ചെങ്കൊടി ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രൗഢോജ്ജലമായ പോരാട്ടങ്ങൾ നടന്നു. കയ്യൂരും കരിവള്ളൂരും പുന്നപ്പയും വയലാറും പാടിക്കുന്നും ഒൻഷിയവും എണ്ണിയാൽ തീരാത്ത സമര പോരാട്ടങ്ങൾ. 1967 ഈ കേരളം എന്ന സംസ്ഥാനം ഉണ്ടായപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ഈ ചെങ്കൊടി പിടിച്ച് മത്സരിച്ചപ്പോ സകല മനുഷ്യരും തീരുമാനിച്ചു നമുക്ക് വേണ്ടി പോരടിച്ചവർ, നമുക്ക് ഇവരെ ജയിപ്പിക്കണം. ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ മാസം 11-ാം തീയതി ഈ കേരളത്തിന്റെ എല്ലാം തിരുത്തിയെഴുതിയ പ്രഖ്യാപനം സഖാവ് EMS നടത്തി. എന്താണ് ആ പ്രഖ്യാപനം? കുട്ടിയിറക്കു നിരോധന നിയമം. ഇറങ്ങണ്ട. ഏത് കൊടികുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ്. കൃഷിഭൂമി കൃഷിക്കാരന്. ഈ കേരളത്തിന്റെ വളർച്ചയിൽ പ്രവാസ ലോകം ഗൾഫിൽ അധ്വാനിച്ച് ചോര നീരാക്കുന്നവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെയും അടിസ്ഥാന കാരണം എന്താണ്? എന്താ കാരണം? ഗൾഫിലേക്ക് നടന്നു പോകാൻ പറ്റില്ല. ഇടയിൽ അറബിക്കടലുണ്ട്. അറബിക്കടലിൽ നീന്താൻ പറ്റില്ല. ഒന്നുകിൽ ലോഞ്ചിൽ പോകണം, അല്ലെങ്കിൽ വിമാനത്തിൽ പോകണം. അതിന് പണം വേണം. എവിടെയുണ്ട് മലയാളിയുടെ കയ്യിൽ? എവിടെയുണ്ട്? ഈ 57 നിയമം വന്നപ്പോ മനുഷ്യരുടെ കയ്യിൽ ഭൂമി ഉണ്ടായി. അതുപോലെ അധ്വാനിക്കാൻ തുടങ്ങി. പൈസ ഉണ്ടായി. ഭൂമിയിൽ അധ്വാനിക്കാൻ കഴിയാത്തവൻ ഭൂമിയുടെ അറ്റം വിറ്റു, അല്ലെങ്കിൽ ബാങ്കിൽ പണം വെച്ചു, പണം വാങ്ങി, വിമാനത്തിൽ ടിക്കറ്റ് എടുത്തു, വിസക്ക് പണം കൊടുത്തു, ഗൾഫിലേക്ക് പോയി. ഗൾഫ് പോയാൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. എവിടെയുണ്ട്? 1957 ഏപ്രിൽ 13 EMS കൊണ്ടുവന്ന മറ്റൊരു നിയമം താനും. വിദ്യാഭ്യാസം സാർവത്രികം, സൗജന്യം. ഒരു തനി ഓശാനല്ല. 57 UP സ്കൂളിൽ പഠിക്കണമെങ്കിൽ 3 രൂപ ഫീസ് കൊടുക്കണം. 57 ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ 6 രൂപ ഫീസ് കൊടുക്കണം. അന്നത്തെ 3 മാറും കുട്ടി നോക്ക് സൗജന്യാക്കി. എല്ലാവർക്കും കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങി. നല്ല പിന്നെ പണം കിട്ടാൻ തുടങ്ങി. ഈ നാട് മാറി മറിച്ചതിന്റെ അടിസ്ഥാന ഘടകം കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷക്കാരാണ്. നല്ല ബോധ്യം ജനങ്ങൾക്ക് വേണം. എന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നും തമ്പുരാക്കന്മാരുടെ കയ്യിൽ ആ ഭൂമി എന്തേ? 1000-കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമിയുള്ള തമ്പുരാക്കന്മാര് അവരുടെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കുന്ന ഹിന്ദുമത വിശ്വാസികളുണ്ടല്ലോ. എന്തേ സംഘപരിവാറുകാർ ആ ഭൂമി വീതിച്ചു കൊടുക്കാത്തത്? എന്തേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തത്? ഇപ്പൊ നിങ്ങൾ കക്കൂസ് ഉണ്ടാക്കാൻ സെക്സ് വിളിക്കുക. അതിന്റെ വിശദീകരണത്തിലേക്ക് ടൈം പോയില്ലെങ്കിൽ ഞാൻ പറയാം. ഇല്ലേ? നിങ്ങൾ നോക്ക്. ഇതുകൊണ്ടൊക്കെ ആ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നത്. തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഈ നാട്ടിൽ അധികാരത്തിൽ വന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കുടുംബശ്രീ ഇല്ലേ? മുമ്പെന്താ പറയാ? ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ പറയും ഒരു 100 രൂപ വായ്പ തന്നെ ചില്ലറ കാര്യന്റെ കൊടുക്കാരൻ. ഇന്ന് മാറി. ഭർത്താവ് ഭാര്യയോട് പറയാ ഈ കുടുംബശ്രീ ഒരു ലോൺ എടുക്കും, ഞാൻ ഒപ്പിട്ടുതരാം. ആരാണ്ടാക്കിയ ഇവിടെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മനസ്സിലായി സാക്ഷരത ഇങ്ങനെ ഓരോന്നോരോന്നും മാവേലി സ്റ്റോറി. ഈ നാട്ടിലെ ഓരോ വികസനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയതാ. ആ വികസനങ്ങൾ അങ്ങനെയാ ഗവൺമെന്റ് ഒന്ന്. ഇപ്പൊ നിങ്ങൾ നോക്ക്. 2019 അധികാരത്തിൽ വന്ന 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ വെല്ലുവിളിയാണ്. സാധാരണ വെല്ലുവിളിയാണ്. 900 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പ്രകടന പത്രികയിൽ. 890 നമ്മൾ നടപ്പിലാക്കി. 890 നടപ്പിലാക്കി നമ്മൾ ജനങ്ങളോട് പറഞ്ഞു പ്രോഗ്രസ് കാർഡ് കിട്ടുന്നില്ല. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാത്തവരുണ്ട് അവിടെ സ്കൂളിൽ. ഞാനൊക്കെ പഠിക്കുന്നില്ലേ പ്രോഗ്രസ് കാർഡ് ഭാഷ? എന്താ പ്രോഗ്രസ് കാർഡിന്റെ പ്രശ്നം? അതിന്റെ അടിയിലൊരു കുഴപ്പമുണ്ട്. ചുവന്ന വര പരാജയത്തെ സൂചിപ്പിക്കുന്നു. പാപ്പനോട് ഒപ്പിടിക്കണം. ഞാനെന്താ ചെയ്താൽ ആ ഭാഗം ഇല്ലാത്ത വാരി അടക്കി പിടിച്ചിട്ട് വാപ്പാന്റെ അടുത്ത് പോയി ടൈം ടേബിളിൽ പൈസ വാങ്ങിക്കുന്ന എന്റെ വാപ്പനോട് വാപ്പ ഒപ്പിട്ടു. അങ്ങനെ ജനങ്ങളോട് പറയാൻ പറ്റുമോ? ഞങ്ങൾ 5 കൊല്ലം ഭരിച്ചതിന്റെ പ്രോഗ്രസ് കാർഡ് അനുഭവ സാക്ഷ്യം വേണം. 5 കൊല്ലത്തെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോ നേരിട്ട വെല്ലുവിളി എന്താ?
സാധാരണ സർക്കാരിന് നേരിടുന്ന വെല്ലുവിളികളാണോ? പല വെല്ലുവിളിയുണ്ടാവും. അതൊന്നുമല്ലാത്ത അനിതര സാധാരണമായ പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ എല്ലാം ഈ നാട്ടിൽ വന്നു. ഓടിച്ച് പറയാനാൽ എന്റെ വണ്ടി ഓടിപ്പോവും. അതുകൊണ്ട് ചുരുക്കാം. രോഗി ആദ്യത്തെ പ്രസംഗ രോഗിയാ. എവിടെയൊക്കെയാ? അങ്ങ് കൊല്ലത്തിന്റെ ഒരു ഭാഗം, തിരുവനന്തപുരം, അതുപോലെ തന്നെ നാഗർകോവിൽ അടക്കമുള്ള തമിഴ്നാടിന്റെ ഒരു ഭാഗം, തങ്ങോളം ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു വന്നു. തീരത്തെ മനുഷ്യരെ കൊണ്ടുപോയി. തീരത്തെ കുടിലുകളെല്ലാം കടലെടുത്തു. കഴിഞ്ഞപ്പോ തമിഴ്നാട്ടിലെ ആളുകൾ പറഞ്ഞാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ കടപ്പുറത്ത് പോയി അറബിക്കടലിലോട്ട് അരുതെന്ന് പറഞ്ഞാൽ അറബിക്കടൽ അടങ്ങോ? അടങ്ങില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ നിന്നാൽ ഇടതുപക്ഷക്കാരെന്ന് അറബിക്കടലിൽ തടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി എന്തേ പറഞ്ഞത്? ദുരന്തമുണ്ടായതിനു ശേഷം എന്താ പരിഹാരം? നിങ്ങൾ നോക്ക്, തകർന്നു പോയ കുടിലുകൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി. പോയി നോക്ക്. അവിടെ മാത്രമല്ല, കേരളത്തിന്റെ സകല തീരപ്രദേശങ്ങളിലും അതിന്റെ മാതൃകയിൽ കടലിന്റെ മക്കൾക്ക് താമസിക്കാൻ മനോഹരമായ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി. ഇല്ലേ? നിങ്ങൾ നോക്ക്, കടൽ കൊണ്ടുപോയ മനുഷ്യരുണ്ട്. എത്ര പേരെ കൊണ്ടുപോയത്? 145 പേരെ. 95 പേരുടെ മൃതശരീരം അറബിക്കടലിൽ തിരിച്ചു വന്നു. 50 പേരുടെ മൃതശരീരം തിരിച്ചു തന്നില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇനി നിങ്ങൾ നോക്കേണ്ടി, കടലിൽ ബോട്ട് മരിച്ചു എന്ന് പറയുക. 4 പേരെ കാണാതായി, 10 പേരെ കാണാതായി. എന്താ കാരണം? അവരൊരു പക്ഷേ ഈ ബോട്ടുമായി മറ്റേതെങ്കിലും തീരത്തണിയാം, അല്ലെങ്കിൽ ഉൾക്കടലിലൂടെ പോകുന്ന കപ്പൽ രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു കൊല്ലം കാത്തിരിക്കണം. ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു മാസം കൊണ്ട് പ്രഖ്യാപിച്ചവർ മരിച്ചതായി. അങ്ങനെ 145 പേർക്ക് നഷ്ടപരിഹാരം. എത്രയാ കൊടുത്തത്? 25 ലക്ഷം വെച്ച്. ഗുണിച്ചോക്ക് ഉത്തരം കിട്ടും. എന്നാൽ ഈ നഷ്ടപരിഹാരം വീടുണ്ടാക്കിയതുകൊണ്ട് എല്ലാം ആവും. ഈ മത്സ്യത്തൊഴിലാളി കടലിലേക്ക് പോകുന്ന ദിവസം അവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു ബീജം സഞ്ചാരം തുടങ്ങിയിട്ടുണ്ടാവും. ഭാര്യ ഗർഭിണിയായിരിക്കും. പ്രസവിച്ച കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് എന്തായി ഗവൺമെന്റ് പറഞ്ഞത്? പഠിക്കുന്ന കുട്ടികളോട്, പഠിക്കാനിരിക്കുന്ന കുട്ടികളോട്, ജനിച്ച കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, നിങ്ങൾ സ്വപ്നം കാണാ പഠിക്കുന്നതിനെ കുറിച്ച് ഈ ഗവൺമെന്റ് നടത്തി തരും. 1000 ചാക്ക് പഞ്ചാരയുടെ കൈമലേക്ക് നക്കിയാൽ മതി ഉണ്ടാവും. പോയി നോക്ക്. MBBS, MBA, MTech പഠിക്കുക കുട്ടികള് ഈ ഗവൺമെന്റ് കൊടുക്കാണ്. മനസ്സിലാകട്ടെ. അത് കഴിഞ്ഞാൽ നിപ്പ വന്നത് എന്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ. വിശദീകരിക്കുന്നില്ല. ഒരു നാട് സ്തംഭിച്ചു പോയ സംഭവം പ്രധാനപ്പെട്ട പ്രശ്നമല്ല. നിപ്പയെ കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു പോയി. ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ ഒക്കെ ഉണ്ടായപ്പോ 99% മരണം, 100ഓളം ആളുകൾ മരിച്ചത്. ഈ കേരളത്തിൽ 23 പേർക്കാണ് നിപ്പ ഉണ്ടായത്. 19 പേരാ മരിച്ചത്. 4 പേര് രക്ഷപ്പെട്ടു. അതിലൊരു പെൺകുട്ടിയുടെ പേര് അജന്യ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേഴ്സായിരുന്നു. എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ സ്ഥിരീകരിക്കുന്നത്? സ്വകാര്യ പ്രാക്ടീസ് നിർത്തണമെന്ന കേൾക്കാത്ത ഡോക്ടർമാരൊക്കെ പ്രാക്ടീസ് നിർത്തി മെഡിക്കൽ കോളേജിന്റെ മുമ്പിലൂടെ അടിച്ചുവിട്ടിട്ട് പോയി. അവിടെ നിർത്തില്ല. നിങ്ങളിപ്പോ കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എത്തിയാൽ ഞാനൊക്കെ കയറിയാൽ നിങ്ങളവിടെ കോഴിക്കോടാ ഒന്ന് വിട്ടുപോകും. അത്ര പേടിയാ. മെഡിക്കൽ കോളേജിന്റെ ബ്ലഡ് ബാങ്ക് കാര്യമായി. പിന്നെ വാർഡുകൾ കാര്യമായി. ബ്ലഡ് ബാങ്ക് കാര്യമായപ്പോ കലക്ടർ പറഞ്ഞു ബ്ലഡ് ബാങ്ക് കാര്യമായിട്ടുണ്ട്. അഭിമാനത്തോടെ ഞാൻ പറയും, അന്നത്തെ ജില്ലാ പ്രസിഡന്റ്, ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ നാട്ടുകാരൻ കുട്ടികാരൻ വി വസീഫിന്റെ നേതൃത്വത്തിൽ 55 DYFI പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബ്ലഡ് ബാങ്ക് നിറച്ചു. അജന്യ എന്ന പെൺകുട്ടി മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗിൽ പഠിക്കാം. അവൾക്ക് രോഗമുണ്ടായി. അവളിപ്പോ എന്റെ ഫ്രണ്ടാണ്, ഫേസ്ബുക്ക് ഫ്രണ്ട്. അവൾ പറയാൻ രോഗം മാറി തുടങ്ങിയപ്പോഴും എന്റെ അച്ഛനും അമ്മയും ഡോക്ടർമാരും അല്ലാത്ത ഒരു മനുഷ്യനടുത്തേക്ക് വരുന്നില്ല, കൂടെ പഠിച്ചവർ വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഡോക്ടർമാർ പറഞ്ഞു, നാളെ നിന്നെ കാണാൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വരുന്നു. അവൾ പറഞ്ഞു, ഒരു മാസ്ക് പോലും ഇല്ലാതെ, ഒരു കയ്യില പോലും ധരിക്കാതെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്റെ മൂർധാവിൽ ചുംബിച്ചപ്പോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. ടീച്ചറുടെ കയ്യിൽ നിന്ന് വല്ല തിരിച്ചു നടക്കാൻ തുടങ്ങും. അവൾ മനസ്സിലൊന്ന് വിളിച്ചു നോക്കി, ടീച്ചറേ. അവൾക്ക് തോന്നി പോരാ. അവളെ ഒന്നുകൂടി മനസ്സിൽ ഉറക്കെ വിളിച്ചു, ടീച്ചർ അമ്മേ. ഈ ലോകം ആർക്കു വിളിച്ചില്ലേ ടീച്ചർ അമ്മേ? 57 EMS ഗവൺമെന്റ് അട്ടിമറിക്കാൻ എല്ലാ പണവും സമ്പാദ്യവും എല്ലാം കൊടുത്ത CIA, അതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ നടക്കുന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ 1-ാം പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയുടെയും ശൈലജ ടീച്ചറുടെയും ചിത്രം ശരികരിക്കാമെന്ന ഒരുപാടുണ്ട്. ഇന്ന് 2 പ്രളയം വന്നു ഇല്ലേ? 2018-ലും 2019-ലും. നമ്മൾ ഇന്ന് വരെ കാണാത്ത പ്രളയം. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കുടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനമിട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ. കേട്ടിട്ടുണ്ടോ ആ പേര്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടത്? മൊയ്തീൻ എന്ന സിനിമയിൽ അല്ലേ? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. എന്റെ വീടിന്റെ വെളിപ്പാടകലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തുകടവിൽ 2018 ജൂലൈ മാസം 12-ാം തീയതി രാവിലെ 8 മണിക്ക് തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രളയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്നു മുതൽ കാഞ്ചനയെ കേടത്തിയമ്മയാണ്. ആ തെയ്യത്തുകടവിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള 70 വർഷം പഴക്കമുള്ള എന്റെ വീട്ടിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി 2018 ഇരുവഴിഞ്ഞിപ്പുഴയെ ഇരമ്പിയാർത്തു വന്നു. എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ചപ്പോ ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. മഹാഭാഗ്യം, ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി. പക്ഷേ 2019 ഇരുവഴിഞ്ഞിപ്പുഴ വീണ്ടും ഇരമ്പിയാർത്ത് വന്നപ്പോ എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസർ കൊളായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും എന്താ സംഭവിച്ചിട്ടുണ്ടാകാം ഇല്ലേ? എല്ലാ വീടുകളിലും വെള്ളം കയറി. എന്നാൽ 2020-ലും 2021-ലും ഇരുവഴിഞ്ഞിയും പമ്പയാറും ചാലിയാറും ആലുവാപ്പുഴയൊന്നും ആവശ്യത്തിലധികം കരകവിഞ്ഞില്ല. പല വീടിന്റെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് അവർ മെല്ലെ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാരെന്താ നദികളോടും പുഴകളോടും ആറുകളോടും പറഞ്ഞത്, ഒന്ന് കയറിപ്പോണേ. എന്തിനാണെന്നറിയില്ലേ? ഇവിടെ പുഴയുണ്ടെങ്കിൽ അറിയാലോ. വെള്ളം ഒന്ന് കയറിയാൽ മതി 10,000. വെള്ളത്തിൽ വീട് പോയോ 4 ലക്ഷം, മരമടക്കം പോയോ 6 ലക്ഷം, പാതി പോയോ 2 ലക്ഷം. നാസിർ കൊളായിന്റെ പറയാ. ഇപ്പൊ ഇത് അവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടിലെത്തും ഈ സാധനം. ഇപ്പൊ യൂട്യൂബിലൂടെ എന്റെ വാർഡിൽ മാത്രം 132 വീടുകൾക്ക് 10,000.